അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താണെന്നുള്ളതായിരുന്നു. അതുപോലെ ഷോർട്ട് റൺ, ലോങ് റൺ, ഐസോ ക്വാണ്ട് എന്താണെന്നുള്ളതാണ്. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ, ഇത്രയും കാര്യങ്ങളാണ് കണ്ടത്. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ടുകളും ഔട്ട്പുട്ടുകളും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നമ്മൾ പറഞ്ഞു. സ്പെഷ്യൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്സ് ആൻഡ് ഔട്ട്പുട്ട് ഈസ് നോൺ ആസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. സ്പെഷ്യൽ കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേബർ, ക്യാപിറ്റൽ, എൻ്റർപ്രണർഷിപ്പ്, ലാൻഡ്, ഇതൊക്കെയാണ് ഇൻപുട്സ് എന്നറിയപ്പെടുന്നത്. അതായത് എന്ത് വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാനാണെങ്കിലും നമുക്ക് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, എൻ്റർപ്രണർഷിപ്പ്, റോ മെറ്റീരിയൽസ് ഒക്കെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഇൻപുട്ടുകൾ ലേബറും ക്യാപിറ്റലും എൻ്റർപ്രണർഷിപ്പും ഒക്കെയാണ്, അല്ലെ ലാൻഡും ഒക്കെയാണ്. അപ്പോൾ അതിൽ ഈ 4 ഇൻപുട്ടുകളിൽ അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനകത്ത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ലേബറും ക്യാപിറ്റലുമാണ്. അപ്പോൾ ഈ ലേബറും ക്യാപിറ്റലുകളും വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഔട്ട്പുട്ടിനകത്ത് വർധന ഉണ്ടാകും എന്ന് നമുക്കറിയാം. അതായത് ഒരു ടയർ നിർമ്മാണ ഫാക്ടറിയിൽ 10 ലേബേഴ്സും ഒരു മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ഒരു ദിവസം 10 ടയർ ഉണ്ടാക്കുന്നത് കരുതുക. 10 ലേബേഴ്സും ഒരു യന്ത്രമുണ്ട്, ഇതുപയോഗിച്ചിട്ട് ഒരു ദിവസം 10 ടയറാണ് ഉണ്ടാക്കുന്നത് കരുതുക. ഒരു ദിവസം നിർമ്മിക്കുന്ന 10 ടയറുകൾ എന്നുള്ളത് 20 വർദ്ധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ലേബറിൻ്റെ അളവ് 10 കൂടെ വർദ്ധിപ്പിക്കണമായിരിക്കാം. അതുപോലെ ക്യാപിറ്റലിൻ്റെ അളവ് 1 കൂടെ വർദ്ധിപ്പിച്ചാൽ മതി. അതായത് 10:1 എന്നുള്ളതാണ് നമ്മുടെ റേഷ്യോ എന്ന് പറയുന്നത്. എന്താണ് 10:1 എന്നുള്ള റേഷ്യോ? അതായത് 10 ലേബറും ഒരു ക്യാപിറ്റലും ആണ് 10 ടയർ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് 20 ടയർ ഉണ്ടാക്കാൻ എന്ത് ചെയ്യണം? ക്യാപിറ്റലിൻ്റെയും ലേബറിൻ്റെയും എണ്ണത്തിൽ വർധന വരുത്തണമായിരിക്കും ലോങ് റണ്ണിൽ. അപ്പോൾ 10 ലേബർ എന്നുള്ളത് 20 ലേബറായിട്ട് വർദ്ധിപ്പിക്കണം. ക്യാപിറ്റൽ എന്നുള്ളത് എന്ത് ചെയ്യണം? ഒരു ക്യാപിറ്റലൂടെ കൂടണം. അപ്പോൾ 2 ക്യാപിറ്റലും 10 ലേബറുമായി. അപ്പോൾ സ്വാഭാവികമായിട്ടും ടയറിൻ്റെ ഉൽപ്പാദനം 20 എണ്ണമായിട്ട് കൂടും, അല്ലേ? അപ്പോൾ 10:1 എന്നുള്ള 10 ലേബറും ഒരു ക്യാപിറ്റൽ എന്നുള്ളത് ആ റേഷ്യോ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ആ റേഷ്യോ എന്ന് പറഞ്ഞാൽ 10:1 എന്നുള്ളത് നമ്മൾ വർദ്ധിപ്പിക്കുമ്പോൾ 20:2 എന്നായി. അപ്പോൾ അപ്പോഴാ റേഷ്യോയ്ക്കകത്ത് മാറ്റം ഉണ്ടാകുന്നില്ല, നമ്പർ വർദ്ധിപ്പിച്ചു, അല്ലേ? 2:1 എന്നോ അല്ലെങ്കിൽ 4:2 എന്നുള്ള അങ്ങനെ ആ റേഷ്യോയ്ക്കകത്ത് മാറ്റം ഉണ്ടാകാതെ തന്നെ ലേബർ എന്തേലും വർദ്ധിപ്പിച്ചോ അതിന് ഇക്വലൻ്റ് ആയിട്ട് തന്നെ ക്യാപിറ്റലും വർദ്ധിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ ലേബറും ക്യാപിറ്റലും ലോങ് റണ്ണിൽ വർദ്ധിച്ചാൽ കൂടി എന്ത് സംഭവിക്കുന്നില്ല? റേഷ്യോയ്ക്കകത്ത് മാറ്റം ഉണ്ടാകുന്നില്ല. 10:1 എന്നുള്ള റേഷ്യോയ്ക്കകത്ത് മാറ്റം ഉണ്ടാകുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ ആ റേഷ്യോ നമ്മൾ റേഷ്യോയിൽ മാറ്റമില്ലാതെ അല്ലെ പ്രൊപ്പോർഷനിൽ മാറ്റമില്ലാതെ ലേബറും ക്യാപിറ്റലും ലോങ് റണ്ണിൽ നമ്മൾ വർദ്ധിപ്പിക്കുക എന്ന് കരുതുക. ഒക്കെ മാസങ്ങളെടുത്തിട്ട് ലേബറിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കുന്നു, ക്യാപിറ്റലിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഔട്ട്പുട്ട് 10 ടയർ എന്നുള്ളത് ഒരു ദിവസം 20 ടയർ വേണം പ്രൊഡ്യൂസ് ചെയ്യാം. പക്ഷേ ഇതിന് ടൈം എടുക്കും. ചിലപ്പോൾ 1 മാസം എടുത്തോ 1 വർഷമോ എടുത്തിട്ടായിരിക്കും ഒരു ടയർ ഫാക്ടറിയിലെ ലേബറിൻ്റെയും ക്യാപിറ്റലിൻ്റെയും ആ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ വർദ്ധിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ടയർ ഫാക്ടറിയിലെ ലേബറും ക്യാപിറ്റലും വർദ്ധിപ്പിക്കാൻ എടുക്കുന്ന ടൈമാണ് എന്ത് പറയുന്നത്? ലോങ് റൺ എന്ന് പറയുന്നത്. ചിലപ്പോൾ 5 മാസം എടുത്തിട്ടായിരിക്കും ഇങ്ങനെ 10 ലേബർ എന്നുള്ള 20 ആക്കി കൂട്ടുന്നതും ഒരു മെഷീൻ എന്നുള്ളത് 2 മെഷീനായിട്ട് കൂട്ടുന്നു. അങ്ങനെ ലേബറും ക്യാപിറ്റലും ഒരു ഫേമിൽ അല്ലെങ്കിൽ ഒരു ഫാക്ടറിയിൽ ലേബറും ക്യാപിറ്റലും വർദ്ധിപ്പിച്ച് ഔട്ട്പുട്ട് കൂട്ടാൻ എടുക്കുന്ന ടൈം പീരീഡിനെയാണ് ലോങ് റൺ എന്ന് പറയുന്നത്. അത് നമ്മൾ ഈ ടയർ ഫാക്ടറിയിൽ 5 മാസം എന്ന് കരുതുക. 5 മാസം കൊണ്ടാണ് ലേബറും ക്യാപിറ്റലും വർദ്ധിപ്പിച്ച് ഒരു ദിവസത്തെ ടയറിൻ്റെ പ്രൊഡക്ഷൻ എന്നുള്ളത് 10 എന്നുള്ള 20 ആക്കി വർദ്ധിപ്പിക്കുന്നത്. ഇത് ലോങ് റൺ. ഇനി ഷോർട്ട് റൺ ഈ ടയറിൻ്റെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഷോർട്ട് റൺ ഈ ടയറിൻ്റെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓണറെ സംബന്ധിച്ച് ചെയ്യാൻ പറ്റുന്ന ലേബറും ക്യാപിറ്റൽ കൂട്ടുക എന്നുള്ളതാണ്. പക്ഷേ ഷോർട്ട് റണ്ണിലെ പ്രശ്നം എന്താണ്? ഷോർട്ട് റണ്ണിലെ പ്രശ്നം എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഷോർട്ട് റണ്ണിൽ വർദ്ധിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അതായത് ഷോർട്ട് റണ്ണിൽ റിസോഴ്സസ് വിൽ ബി ലിമിറ്റഡ്, അല്ലെങ്കിൽ റിസോഴ്സസ് ആർ ലിമിറ്റഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ക്യാപിറ്റൽ ലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെ ഓണർ ക്യാൻ only increase the number of labors to increase output എന്നുള്ളതാണ്. ഷോർട്ട് റണ്ണിൽ ഔട്ട്പുട്ട് വർദ്ധിപ്പിക്കണം ഉണ്ടെങ്കിൽ എൻ്റർപ്രണറെ സംബന്ധിച്ച് ലേബറിൻ്റെ എണ്ണത്തിനകത്ത് വർധന വരുത്താനേ പറ്റുള്ളൂ. കാരണം ലേബർ ഈസിലി അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ഇന്നോ നാളെയോ അല്ലെങ്കിൽ 2-3 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ലേബറിൻ്റെ എണ്ണം വർദ്ധിപ്പിച്ചിട്ട് ഔട്ട്പുട്ട് ടയറിൻ്റെ എണ്ണം കൂട്ടാൻ പറ്റും. എങ്ങനെ നോക്കാം? ഇപ്പോൾ 10 ലേബർ എന്നുള്ളത് 10 ലേബർ ഒരു മെഷീൻ ഒരു ടയർ ഫാക്ടറിയിലുണ്ട്. ഒരു ദിവസം 10 ടയർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പെട്ടെന്ന് ടയറിൻ്റെ ഡിമാൻഡ് കൂടുകയാണ്, പ്രത്യേക ചില കാരണങ്ങൾ കൊണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ടയറിൻ്റെ ഡിമാൻഡ് കൂടിയത് കൊണ്ട് ടയറിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടേണ്ടതായിട്ട് വരും. ടയറിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടണമെന്നുണ്ടെങ്കിൽ
നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലേബറും ക്യാപിറ്റലും വർദ്ധിപ്പിച്ചാൽ മാത്രമേ ടയറിൻ്റെ പ്രൊഡക്ഷൻ 10 നിന്ന് 20 കൂട്ടാൻ പറ്റുള്ളൂ. അതിന് 5-6 മാസം എടുത്തേക്കും. പക്ഷേ ടയറിൻ്റെ എണ്ണം 10 നിന്ന് 12-13 കൂട്ടാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഓണേഴ്സ് അല്ലെങ്കിൽ എണ്ണപ്പണേഴ്സ് ശ്രമിക്കും. അപ്പോൾ 10 ലേബർ എന്നുള്ളത് 11, 12, 13 എന്നുള്ള രീതിയിൽ 1, 2, 3 എന്ന രീതിയിൽ ലേബേഴ്സിൻ്റെ എണ്ണം പതുക്കും കൂട്ടും. പക്ഷേ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ മെഷീൻ എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ആയിരിക്കും ഷോർട്ട് റണ്ണിൽ. ചിലപ്പോൾ 2 ആഴ്ചയ്ക്കുള്ളിൽ ലേബറിൻ്റെ എണ്ണം 11, 12, 13 എന്ന രീതിയിൽ നമ്മുടെ ഓണർ അല്ലെങ്കിൽ എൻ്റർപ്രണർ വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരിക്കും. എന്തിനാണ്? ടയറിൻ്റെ എണ്ണം 10 നിന്ന് മാക്സിമം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ 11ാമത്തെ ലേബേഴ്സിനെ എംപ്ലോയ് ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ടയറിൻ്റെ എണ്ണം ചിലപ്പോൾ 2 കൂടിയേക്കാം, 12 എന്ന് കരുതുക. അപ്പോൾ 12ാമത്തെ അല്ലെങ്കിൽ 13ാമത്തെ ലേബേഴ്സിനെ എംപ്ലോയ് ചെയ്യുന്നു. അതനുസരിച്ച് ടയറിൻ്റെ എണ്ണത്തിനകത്ത് എന്ത് സംഭവിക്കാം? ക്രമാതീതമായിട്ടൊന്നും വർധന ഉണ്ടാവുകയില്ല. ടയറിൻ്റെ എണ്ണം ഒരു പക്ഷേ 13, 14, 15 നമുക്കറിഞ്ഞുകൂടാ, ഒരു 15 കൂടിയെന്ന് കരുതിക്കും, അല്ലെ 14 കൂടിയെന്ന് കരുതിക്കും. അപ്പോൾ ഫിക്സഡ് ആയിട്ടുള്ള മെഷീൻ്റെ കൂടെ 10 ലേബേഴ്സ് ഉണ്ടായിരുന്നു. അത് ഒപ്റ്റിമം ആയിരുന്നു. 10 ലേബേഴ്സിനുള്ള വർക്ക് അവിടെ ഉണ്ടായിരുന്നു. ഒരു വലിയ മെഷീനകത്ത് റബ്ബറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വൾക്കനൈസൊക്കെ ചെയ്തിട്ട് ടയർ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു ഫാക്ടറിയാണ്. പെട്ടെന്ന് ടയറിൻ്റെ ഡിമാൻഡ് കൂടിയപ്പോഴത്തേക്കും കുറച്ച് ആൾക്കാരെ കൂടെ കൂടുതൽ ജോലിക്ക് വയ്ക്കുന്നു. 11ാമത്തെ ആളെ ജോലിക്ക് വയ്ക്കുന്നു, 12ാമത്തെ ആളെ ജോലിക്ക് വയ്ക്കുന്നു, 13ാമത്തെ ആളെ ജോലിക്ക് വയ്ക്കുന്നു. 11ാമത്തെ ആളെ ജോലിക്ക് വയ്ക്കുമ്പോൾ ടയറിൻ്റെ എണ്ണം 12 കൂടുന്നു. 11ാമത്തെ ആൾ 2 ടയർ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അല്ലെ 11ാമത്തെ ആളെ ജോലിക്ക് വയ്ക്കുന്നുള്ളത് കൊണ്ട് ബാക്കി 10 പേർക്ക് റിലാക്സേഷൻ കിട്ടുന്നു. അവർ ഷിഫ്റ്റ് ആയിട്ടോ അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും ജോലി ചെയ്തിട്ട് അല്ലെങ്കിൽ കൂടുതൽ വർക്ക് ചെയ്തിട്ട് 2 ടയർ കൂടെ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു കരുതുക. 12ാമത്തെ ആളെ ജോലിക്ക് വയ്ക്കുന്നു. 12ാമത്തെ ആളും വർക്ക് ചെയ്തിട്ട് 1 ടയർ അല്ലെങ്കിൽ പോട്ടെ 2 ടയർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നു കരുതുക. പോട്ടെ 1 ടയർ പ്രൊഡ്യൂസ് ചെയ്യുന്നു കരുതുക 12ാമത്തെ ആൾ. അപ്പോൾ എന്ത് സംഭവിച്ചു? 13 ടയറായി. 13ാമത്തെ ആളെ ജോലിക്ക് വയ്ക്കുന്നു. അയാൾ 1 ടയർ പ്രൊഡ്യൂസ് ചെയ്തെന്ന് കരുതുക. അങ്ങനെ 13 പേരെ ജോലിക്ക് വയ്ക്കുന്നു. 14ാമത്തിനും ജോലിക്ക് വയ്ക്കുകയാണെങ്കിൽ അയാളെ ജോലിക്ക് വയ്ക്കുന്നുള്ളത് കൊണ്ട് ടയറിൻ്റെ എണ്ണം 14 നിന്ന് വർദ്ധിക്കുന്നില്ല എന്ന് കരുതുക. അപ്പം 11, 12, 13 ഇങ്ങനെ 3 പേരെ ജോലിക്ക് വയ്ക്കുന്നതനുസരിച്ച് ടയറിൻ്റെ എണ്ണം 2 കൂടുന്നു, 1 കൂടുന്നു, 1 കൂടുന്നു. പിന്നെ ആൾക്കാരെ ജോലിക്ക് വെച്ച് കഴിഞ്ഞാൽ ടയറിൻ്റെ ഉൽപ്പാദനത്തിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാവണമെന്നില്ലെന്ന് കരുതുക. അപ്പം അത് വെച്ചിട്ട് 13 പേരെ ജോലിക്ക് വയ്ക്കുന്ന ഒപ്റ്റിമം ആണെന്ന് നമ്മുടെ എൻ്റർപ്രണർക്ക് മനസ്സിലാകുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ടയറിൻ്റെ എണ്ണം 10 നിന്ന് 14 മാത്രം വർദ്ധിപ്പിക്കാൻ പറ്റിയത്? കാരണം മെഷീൻ അവിടെ ഫിക്സഡാണ്. 13 പേര് ഷിഫ്റ്റ് ചെയ്തിട്ട് 10 പേർക്കുള്ള ജോലി ഉള്ളൂ. പക്ഷേ 3 പേരെ കൂടി എക്സ്ട്രാ ഇട്ട് കഴിഞ്ഞപ്പോൾ അവർ ഷിഫ്റ്റായിട്ട് ബാക്കിയുള്ളവർ വിശ്രമിക്കാൻ പോകുന്ന സമയത്തും അല്ലെങ്കിൽ എന്താ പറഞ്ഞ ആ രീതിയിലൊക്കെ വർക്ക് ചെയ്തിട്ട് 13 പേര് നന്നായിട്ട് വർക്ക് ചെയ്തിട്ട് കൂടുതൽ ടയർ പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഷോർട്ട് റൺ ആയതുകൊണ്ട് തന്നെ ഇവിടെ മെഷീന് വർദ്ധിപ്പിക്കാൻ പറ്റുന്നില്ല. 11, 12, 13 അങ്ങനെ 3 പേര് അധികം ഇട്ടിട്ട് 4 ടയർ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാമെന്ന് കരുതുക. മനസ്സിലായില്ല? അപ്പോൾ ഫിക്സഡ് ആയിട്ടുള്ള ക്യാപിറ്റലിൻ്റെ കൂടെ ഔട്ട്പുട്ട് കൂട്ടുവാൻ വേണ്ടിയിട്ട് ലേബേഴ്സിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കുന്നു. പക്ഷേ ലേബേഴ്സിൻ്റെ എണ്ണം വർദ്ധിപ്പിച്ച് ഒരു പരിധി കഴിഞ്ഞിട്ട് പിന്നീട് ലേബേഴ്സിൻ്റെ എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ സംഭവിക്കില്ല, ഔട്ട്പുട്ട് കൂടില്ല. അപ്പോൾ ഇതിനെയാണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ ഡിമിനിഷിങ് മാർജിൻ പ്രൊഡക്റ്റ് ഓഫ് ലേബർ എന്ന് പറയുന്നത് തന്നെയാണ്. ക്യാപിറ്റൽ ഫിക്സഡ് ആയിട്ടിരിക്കുമ്പോഴത്തേക്കും ഇൻപുട്സ് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ഫിക്സഡ് ആയിട്ടുള്ള ക്യാപിറ്റലിൻ്റെ കൂടെ ലേബറിൻ്റെ അഥവാ ഇൻപുട്സിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ഔട്ട്പുട്ട് കൂടും. പക്ഷെ ഒരു പരിധി കഴിഞ്ഞിട്ട് പിന്നീട് ലേബേഴ്സിൻ്റെ എണ്ണം വർദ്ധിപ്പിച്ചാൽ ഔട്ട്പുട്ടിനകത്ത് വർധന ഉണ്ടാവില്ലെന്ന് മാത്രമല്ല ഔട്ട്പുട്ട് കുറയുകയും ചെയ്യും. അങ്ങനെ ഔട്ട്പുട്ട് കുറയാൻ കാരണം ഫിക്സഡ് ആയിട്ടുള്ള ക്യാപിറ്റലിൻ്റെ കൂടെ ഇൻപുട്സ് ഒരു പരിധി വരെ നമുക്ക് വർദ്ധിപ്പിച്ച് ഔട്ട്പുട്ട് കൂട്ടാൻ പറ്റുള്ളൂ. അതിനുശേഷം ക്യാപിറ്റൽ ഫിക്സഡ് ആയതുകൊണ്ട് തന്നെ ഉൽപ്പാദനം കുറയും എന്നുള്ളത് ആശയം മനസ്സിലായില്ലേ? ഇപ്പം നമ്മൾ ഒരു 10 സെൻറ്റ് സ്ഥലത്ത് കൃഷി ചെയ്യാമെന്ന് കരുതുക. ഒരു 10 സെൻറ്റ് സ്ഥലത്ത് നമ്മൾ നെൽകൃഷി നടത്തുകയാണെങ്കിൽ ഒരു 4-5 പേര് മതിയായിരിക്കും മാക്സിമം പറയുന്നത് കേട്ടോ. ആദ്യമേ ഒരാളെ ജോലിക്ക് വെക്കുന്നു. 10 സെൻറ്റ് സ്ഥലത്തിനകത്ത് നമ്മൾ ചെറിയൊരു കരുനെൽ കൃഷി നടത്തുകയെന്ന് കരുതുക. ചെളിക്കകത്തല്ല നടത്തുന്നത്, അല്ലാതെ സ്ഥലത്ത് കൃഷി നടത്തുകയാണ്. ലാൻഡിലെ കൃഷിക്കാണ് കരുനെൽ കൃഷി എന്ന് പറയുന്നത്. കണ്ടത്തിൽ നടത്തണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ആദ്യം ഒരാളെ ജോലിക്ക് വെക്കുന്നു, അയാൾ എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. പക്ഷേ പിന്നീട് 2ാമത്തെ 3ാമത്തെ ഒരാൾ കൊണ്ട് ഒരു തൂമ്പയുണ്ടെന്ന് കരുതുക. ഒരു ലേബറുമുണ്ട്, ഒരു ക്യാപിറ്റലുമുണ്ട്. തൂമ്പ അല്ലെങ്കിൽ മൺവെട്ടി അല്ലെങ്കിൽ
അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളാണ് എന്താണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ ഒരു ട്രാക്ടർ ഉണ്ടെന്ന് കരുതുക, ഒരു ട്രാക്ടറോ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങൾ, കലപ്പ, തൂമ്പ പോലത്തെ സാധനങ്ങൾ ഇവിടുത്തെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഒരു ലേബറും ഉണ്ട്. അപ്പോൾ ലേബേഴ്സിൻ്റെ എണ്ണം 2 or 3 ആയിട്ട് വർദ്ധിപ്പിച്ച് കഴിഞ്ഞാൽ കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് ആൾക്കാർക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. അവിടെ നെൽകൃഷി നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് ചെയ്യാൻ സാധിക്കും. 3 പേര് ചേർന്നിട്ട് ഞാറ് നടന്നു, പുല്ല് പറിക്കുന്നു, വളമിടുന്നു, ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നു. 4, 5, 6 അല്ലെങ്കിൽ 3, 4, 5 പേരായിട്ട് ലേബേഴ്സിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ഓക്കെയാണ്, കൂടുതൽ എഫക്റ്റീവായിട്ട് അവർക്ക് കൃഷി ചെയ്യാൻ സാധിക്കും. പക്ഷേ 1 സെൻറ്റ് സ്ഥലത്ത് അല്ലെങ്കിൽ 10 സെൻറ്റ് സ്ഥലത്തിനകത്ത് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലേബേഴ്സിൻ്റെ എണ്ണം ക്രമാതീതമായിട്ട് വർദ്ധിപ്പിക്കാം. ഒരു മൺവെട്ടിയുണ്ട്, ഒരു കലപ്പയുണ്ട്, ഒരു ട്രാക്ടറും ഉണ്ട്. ഇപ്പോൾ 2, 3 പോട്ടെ 4, 5 പേരൊക്കെ വരെയൊക്കെയാണെങ്കിൽ ഓക്കെയാണ്. ഒരാൾ ട്രാക്ടർ ഓടിക്കുന്നു, മറ്റൊരാൾ ഞാറ് നടന്നു, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് മാറി മാറിയൊക്കെ ചെയ്യാം. എഫിഷ്യൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പ്രൊഡക്ഷൻ വേണമെങ്കിൽ വർദ്ധിപ്പിക്കാൻ സാധിക്കും എന്ന് കരുതുക. ലഭിക്കുന്ന നെല്ലിൻ്റെ അളവ് വർദ്ധിച്ചേക്കാം. പക്ഷേ വീണ്ടും നമ്മൾ ലേബേഴ്സിൻ്റെ അളവ് കൂട്ടിക്കൊണ്ടിരിക്കുക. ട്രാക്ടറിൻ്റെ അളവ് കൂട്ടാതെ, ലാൻഡിൻ്റെ അളവ് കൂട്ടാതെ, ലേബേഴ്സിൻ്റെ അളവ് മാത്രം 5, 6, 7, 8, 9, 10, 11, 12 അങ്ങനെ 20 ആയിട്ട് കൂട്ടുവന്ന് കരുതുക. അപ്പോൾ 10 സെൻറ്റ് സ്ഥലത്ത് 20 പേർക്ക് നമ്മൾ ജോലി കൊടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഔട്ട്പുട്ടിനകത്ത് കുറവുണ്ടാകും എന്നുള്ളത്. അത്ര ആളവിടെ ആവശ്യമില്ല. പക്ഷേ ട്രാക്ടർ കൂട്ടുകയാണ്, ലാൻഡും കൂട്ടുകയാണെങ്കിൽ ഓക്കെ, അതിൽ നിന്ന് 10 സെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന നെല്ല് അല്ലെങ്കിൽ അരി വർദ്ധിക്കും. പക്ഷെ ഇവിടെ ലാൻഡ് കൂടുന്നില്ല. ലാൻഡ് ഈസ് ഫിക്സഡ്, ക്യാപിറ്റൽ ഈസ് ഫിക്സഡ്. ഷോർട്ട് റൺ ആയതുകൊണ്ടാട്ടോ. ചെറിയൊരു കാലയളവിൽ നമ്മൾ ട്രാക്ടർ കൂട്ടാതെ ലാൻഡ് കൃഷി ചെയ്യുന്ന ഒരു 10 സെൻറ്റ് എന്നുള്ളത് ആ ലാൻഡ് വർദ്ധിപ്പിക്കാതെ, ക്യാപിറ്റൽ കൂട്ടാതെ ലേബർ മാത്രം കൂട്ടി കഴിഞ്ഞാൽ ഒരു പരിധി വരെ ലേബർ കൂട്ടിയാൽ ഓക്കെ, 1, 2, 3, 4 അല്ലെ 5 വരെ ഓക്കെ. പിന്നീട് നമ്മൾ ലേബർ മാത്രം വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്ന എന്ത് സംഭവിക്കും? അതിൽ നിന്ന് ലഭിക്കുന്ന വിളവ് കുറയും, കൃഷി ചെയ്യുന്ന ആൾക്കാരുടെ താല്പര്യം കുറയും, എഫിഷ്യൻ്റ് ആയിരിക്കില്ല, ഒപ്റ്റിമം ആയിരിക്കില്ല എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അതാ സംഭവിക്കുന്നത്. അതിനാണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. ലേബറിൻ്റെ എണ്ണം 1, 2, 3 എന്നിങ്ങനെ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ഓക്കെ, 10 സെൻറ്റിന് ലഭിക്കുന്ന വിളവ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വർദ്ധിച്ചിരിക്കും. വർദ്ധിച്ചിരിക്കുന്ന സെൻസ് ദാറ്റ് വളരെ എഫക്റ്റീവായിട്ട് അവിടെ വർക്ക് ചെയ്യാൻ സാധിക്കും. ഔട്ട്പുട്ട് അവസാനം ലഭിക്കുള്ളൂ കേട്ടോ. ഔട്ട്പുട്ട് നമുക്ക് ഓരോ ദിവസം ഔട്ട്പുട്ട് കിട്ടുമല്ലോ ഈ ഒരു കേസിൽ. പക്ഷേ ഷോർട്ട് റണ്ണിൽ നമുക്ക് ഓരോ ദിവസം ഔട്ട്പുട്ട് കിട്ടുമല്ല. പക്ഷേ ഒരാളെ ജോലിക്ക് വയ്ക്കുന്ന 2 ആളെ ജോലിക്ക് വയ്ക്കുമ്പോഴും നമുക്കറിയാം എത്ര എഫക്റ്റീവായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, എത്ര പെട്ടെന്ന് പറിക്കാൻ സാധിച്ചു, നിലം എത്ര പെട്ടെന്ന് ഒരുക്കുവാൻ സാധിച്ചു, ഞാറ് എത്ര എഫക്റ്റീവായിട്ട് എത്ര ചുരുങ്ങിയ സമയം കൊണ്ട് നടാൻ സാധിച്ചു. ഇതൊക്കെ നമുക്കപ്പം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ, ഔട്ട്പുട്ട് പിന്നീട് ലഭിക്കുകയുള്ളൂ. എന്തായാലും ഫിക്സഡ് ആയിട്ടുള്ള ക്യാപിറ്റലിൻ്റെ കൂടെ ലേബറിൻ്റെ അളവ് കണ്ടമാനം വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ മാർജിൻ പ്രൊഡക്റ്റ് ഓഫ് ലേബർ കുറയും. 1, 2, 3 അങ്ങനെ ലേബേഴ്സിൻ്റെ എണ്ണം കൂട്ടുന്നതനുസരിച്ച് അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയ അവരുടെ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ കുറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ റെസ്റ്റോറൻറ്റ് എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞത്, റെസ്റ്റോറൻറ്റ് എക്സാമ്പിളാണ് ശരിക്കും മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ളത് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പോൾ ലേബറിൻ്റെ അല്ലെങ്കിൽ ഇൻപുട്ടിൻ്റെ എണ്ണം നമുക്ക് കൂട്ടാം, ഔട്ട്പുട്ട് അങ്ങനെയും വർദ്ധിപ്പിക്കാം. പക്ഷേ ഒരു പരിധി കഴിഞ്ഞിട്ട് പിന്നീട് ലേബേഴ്സ് മാത്രം വർദ്ധിപ്പിച്ചുകൊണ്ട് കാര്യമില്ല, ഔട്ട്പുട്ട് കൂടില്ലെന്ന് മാത്രമല്ല കുറയുള്ളൂ. അപ്പോൾ അങ്ങനെ ലേബറിൻ്റെ അളവ് ക്യാപിറ്റൽ ഫിക്സഡ് ആയിട്ട് നിർത്തി ലേബറിൻ്റെ അളവ് മാത്രം വർദ്ധിപ്പിച്ച് ഔട്ട്പുട്ട് കൂട്ടാൻ പറ്റിയ കാലയളവിനെയാണ് ഷോർട്ട് റൺ എന്ന് പറയുന്നത്. അത് ഓരോ ഫേമിനും ഓരോ രീതിയിലായിരിക്കും. ഒരു റെസ്റ്റോറൻറ്റിനെ സംബന്ധിച്ച് ചിലപ്പോൾ ഒരാഴ്ച ആയിരിക്കും ഷോർട്ട് റൺ എന്ന് പറയുന്നത്. ലേബർ മാത്രം കൂട്ടി ഔട്ട്പുട്ട് കൂട്ടാൻ പറ്റിയ ഒരാഴ്ചയായിരിക്കും. അതായത് ആ റെസ്റ്റോറൻറ്റ് ഷോർട്ട് റൺ ഒരാഴ്ചയായിരിക്കും. ചിലപ്പോൾ സ്റ്റൗവും ഗ്രൈൻഡറും ഒക്കെ വർദ്ധിപ്പിച്ച് ജോലിക്കാരുടെ അല്ലെങ്കിൽ ലേബേഴ്സിൻ്റെ എണ്ണം വർദ്ധിപ്പിച്ച് ഔട്ട്പുട്ട് അല്ലെങ്കിൽ ദോശ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ ഓക്കെ, ഇതൊക്കെ അതിൻ്റെയൊക്കെ പ്രൊഡക്ഷൻ ഒരു റെസ്റ്റോറൻറ്റിൽ കൂട്ടാൻ പറ്റിയ കാലയളവ് ഒരു റെസ്റ്റോറൻറ്റിനെ സംബന്ധിച്ച് 6 മാസമായിരിക്കും ലേബറും ക്യാപിറ്റലും കൂട്ടാൻ പറ്റിയത്. അത് അതിൻ്റെ ലോങ് റൺ എന്ന് പറയുന്നത് 6 മാസം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ ഫേമിൻ്റെയും ഷോർട്ട് റണ്ണും ലോങ് റണ്ണും വ്യത്യസ്തങ്ങളായിരിക്കും. ഷോർട്ട് റൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റലിനകത്ത് മാറ്റം വരുത്താതെ മീൻസ് മാറ്റം വരുത്താൻ പറ്റില്ല ഷോർട്ട് റണ്ണിൽ. ഷോർട്ട് റണ്ണിൽ ലേബേഴ്സിന് അല്ലെങ്കിൽ ഒരു ഇൻപുട്ടിൻ്റെ അളവിൽ മാത്രമേ മാറ്റം വരുത്താൻ പറ്റുള്ളൂ. അതിനെയാണ് ഷോർട്ട് റൺ എന്ന് പറയുന്നത്. ലോങ് റൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ 2 ഇൻപുട്സിൻ്റെയും ലേബറും ക്യാപിറ്റലും 2 ഇൻപുട്സിൻ്റെ അളവുകളിൽ മാറ്റം വരുത്താൻ പറ്റുന്ന കാലയളവാണ് ലോങ് റൺ എന്ന് പറയുന്നത്. ആശയം മനസ്സിലായില്ലേ?
അപ്പോൾ അങ്ങനെ ലോങ് റൺ എന്ന് പറയുന്നത് അതിലേക്ക് നമ്മൾ ഇനി വരാൻ പോകുന്നത്. ഷോർട്ട് റൺ നമ്മൾ കണ്ടു. ഷോർട്ട് റൺ എന്ന് പറഞ്ഞാൽ ലേബറിൻ്റെ അളവിൽ മാത്രം വർധന വരുത്തി ഔട്ട്പുട്ട് കൂട്ടാൻ പറ്റുന്ന ടൈം പീരീഡിനെയാണ് ഷോർട്ട് റൺ എന്ന് പറയുന്നത്. ഷോർട്ട് റണ്ണിൽ ലേബർ മാത്രം വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഒരു പരിധി വരെ മാത്രമേ കൂടുകയുള്ളൂ. അതിനുശേഷം പിന്നീട് ലേബേഴ്സിൻ്റെ അളവ് കൂട്ടിയാൽ ഔട്ട്പുട്ട് കുറയാൻ തുടങ്ങും എന്ന് നമ്മൾ കണ്ടു. അതിനെയാണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. എന്താണ്? ലേബർ ഫിക്സഡ് ആയിട്ടുള്ള ക്യാപിറ്റലിൻ്റെ കൂടെ ഉപയോഗിക്കുമ്പോഴത്തേക്കും ക്യാപിറ്റൽ ഫിക്സഡ് ആയതുകൊണ്ട് തന്നെ ലേബറിൻ്റെ അളവ് വർദ്ധിപ്പിച്ചാൽ ഔട്ട്പുട്ട് കൂടും. പക്ഷേ ക്യാപിറ്റൽ ഫിക്സഡ് ആയതുകൊണ്ട് ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് വീണ്ടും ലേബർ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ പ്രൊഡക്ടിവിറ്റി 1, 2, 3 അങ്ങനെ കൂടുതൽ ആൾക്കാരെ എംപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ജോലിക്ക് ഇരിക്കുന്ന ആൾക്കാരുടെ ഉൽപ്പാദനക്ഷമത എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഫിക്സഡ് ആയതുകൊണ്ട് കുറഞ്ഞു വരും. അതുകൊണ്ട് മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കുറവായിരിക്കും. അല്ലെങ്കിൽ അവസാനം ജോലിക്ക് നിൽക്കുന്ന ആൾക്കാർക്ക് ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല, അവർക്ക് അതിനുള്ള സാഹചര്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ എന്ന് പറഞ്ഞാൽ കുറവായിരിക്കും, കുറഞ്ഞു വരും, 0 ആകും, നെഗറ്റീവ് ആകും. അതുകൊണ്ട് തന്നെ മൊത്തം ഉൽപ്പാദനത്തിനകത്തും കുറവുണ്ടാകും. അതുകൊണ്ട് എപ്പോഴാണോ എത്രാമത്തെ ആളെയാണ് ജോലിക്ക് വെക്കുന്നത്, അയാളുടെ കോൺട്രിബ്യൂഷൻ എപ്പോഴാണോ എപ്പോഴാണ് 0 ആകുന്നത്, അത്ര ആൾക്കാരെ ഒരു ഫാക്ടറി ജോലിക്ക് വെക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഈ സിദ്ധാന്തം പറയുന്നത്. ആശയം പിടിയിട്ടില്ല. നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റിൽ നമുക്ക് സ്വന്തമായിട്ട് റെസ്റ്റോറൻറ്റ് എന്തെങ്കിലും സ്ഥാപനം ഉണ്ടെന്ന് കരുതുക. അവിടെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും 1, 2, 3 എന്നുള്ള രീതിയിൽ ആൾക്കാർ ജോലിക്ക് വയ്ക്കുന്നു. അപ്പം നമുക്കറിയാം 4 പേര് മതിയെങ്കിൽ 4 പേര് മതി. എങ്ങനെയത് മനസ്സിലാക്കുന്നത്? ഒന്നാമത്തെ ആളെ ജോലിക്ക് വയ്ക്കുന്നു, രണ്ടാമത്തെ ആളെ ജോലിക്ക് വയ്ക്കുന്നു, മൂന്നാമത്തെ ആളെ ജോലിക്ക് വയ്ക്കുന്നു, നാലാമത്തെ ആളെ ജോലിക്ക് വയ്ക്കുന്ന നമുക്കറിയാം ഒരു ദിവസം ലാഭം കാര്യമായിട്ട് ഉണ്ടാകുന്നില്ല, ഉൽപ്പാദനം കാര്യമായിട്ട് വർദ്ധിക്കുന്നില്ല. എങ്കിൽ അതിൻ്റെ മുതലാളിക്ക് അറിയാം 4 പേരും മതി, ഇനി ജോലിക്ക് വെച്ചിട്ട് കാര്യമില്ല, ഒന്നും ചെയ്യാനുള്ള സാഹചര്യം അവിടെ ഇല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ 0 ആകുമ്പോൾ ഒരു പ്രൊഡ്യൂസർ ലേബേഴ്സിനെ എംപ്ലോയ് ചെയ്യുന്ന നിർത്തണം എന്നുള്ളതാണ് ഈ സിദ്ധാന്തം പറയുന്നത്. അത് ഷോർട്ട് റൺ. ഇനി നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ലോങ് റണ്ണിൽ പ്രൊഡക്ഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഷോർട്ട് റണ്ണിൽ ക്യാപിറ്റൽ ഫിക്സഡ് ആക്കി നിർത്തി ലേബർ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ 0 ആകും, നെഗറ്റീവ് ആകും എന്ന് നമ്മൾ പറഞ്ഞു. ആവറേജ് പ്രൊഡക്റ്റ് ഡിക്ലൈൻ ചെയ്യുമെന്ന് പറഞ്ഞു. ടോട്ടൽ പ്രൊഡക്റ്റ് മാക്സിമത്തിൽ എത്തിയിട്ട് ഡിക്ലൈൻ ചെയ്യുമെന്ന് പറഞ്ഞു. ഇതിന് 3 സ്റ്റേജസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. 3 സ്റ്റേജസിൻ്റെ പേരെന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരുന്നു? ഇൻക്രീസിങ് റിട്ടേൺസ് അല്ലേ, അല്ലെങ്കിൽ ഇൻക്രീസിങ് റിട്ടേൺസ് ടു എ ഫാക്ടർ, കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു എ ഫാക്ടർ, അല്ലെങ്കിൽ ഡിമിനിഷിങ് റിട്ടേൺസ് ടു എ ഫാക്ടർ എന്നിങ്ങനെയുള്ള ഡിക്രീസിങ് ടു എ ഫാക്ടർ എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത്. ഒരു ഫാക്ടർ ആയതുകൊണ്ടാണ് പറയുന്നത്. ഇവിടെ നമ്മൾ ലോങ് റണ്ണിൽ ലേബറും ക്യാപിറ്റലും വർദ്ധിപ്പിച്ചിട്ട് ഔട്ട്പുട്ട് കൂട്ടാൻ പറ്റിയ കാലയളവാണ് ലോങ് റൺ എന്ന് പറഞ്ഞു. അപ്പോൾ ലോങ് റണ്ണിൽ ലേബറും ക്യാപിറ്റലും വർദ്ധിപ്പിച്ച് ഔട്ട്പുട്ട് കൂട്ടാൻ പറ്റുന്ന ടൈം പീരീഡിനെ നമ്മൾ പറയുന്ന പേര്, അല്ലെങ്കിൽ അതിന് പറയുന്നത് റിട്ടേൺസ് ടു സ്കെയിൽ എന്നാണ്. അതായത് ഷോർട്ട് റണ്ണിൽ റിട്ടേൺസ് ടു എ ഫാക്ടർ എന്ന് പറഞ്ഞത് ലോങ് റണ്ണിൽ റിട്ടേൺസ് ടു എ സ്കെയിൽ എന്ന പേരിലാകും എന്നുള്ളത്. ഷോർട്ട് റണ്ണിൽ നമ്മൾ ലേബർ കൂട്ടുന്നു, ഔട്ട്പുട്ട് കൂട്ടുന്നു. ഒരു പരിധി കഴിഞ്ഞിട്ട് ലേബർ കൂട്ടിയാൽ ഔട്ട്പുട്ട് കൂടില്ല, അപ്പോൾ നമ്മൾ ലേബേഴ്സിനെ പിന്നെ വർദ്ധിപ്പിക്കില്ല. റിട്ടേൺസ് ടു എ ഫാക്ടർ എന്ന് പറയും. ലോങ് റണ്ണിലോ ഷോർട്ട് റണ്ണിൽ റിട്ടേൺസ് ടു എ ഫാക്ടറും ലോങ് റണ്ണിൽ റിട്ടേൺസ് ടു എ സ്കെയിലും എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, റിട്ടേൺസ് ടു എ സ്കെയിൽ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഷോർട്ട് റണ്ണിൽ ഇൻക്രീസിങ് റിട്ടേൺസ് ടു എ ഫാക്ടർ, ഡിക്രീസിങ് റിട്ടേൺസ് ടു എ ഫാക്ടർ, അല്ലെങ്കിൽ ഡിമിനിഷിങ് റിട്ടേൺസ് ടു എ ഫാക്ടർ, നെഗറ്റീവ് റിട്ടേൺസ് ടു എ ഫാക്ടർ എന്നിങ്ങനെ 3 കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ സിദ്ധാന്തമൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്. ആ 3 സ്റ്റേജസും പഠിച്ചോണം, ഡയഗ്രാം വരച്ച് പഠിച്ചോണം. ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ്. ആ 3 സ്റ്റേജുകളിലും AP MP തമ്മിലുള്ള റിലേഷൻഷിപ്പ്, MP TP തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒക്കെ ഡയഗ്രത്തിൽ നിന്ന് മനസ്സിലാക്കി പഠിച്ചു വെച്ചോണം. ബൈഹാർട്ട് ചെയ്തിട്ട് കാര്യമില്ല, ചെയ്യേണ്ടെന്നല്ല പറയുന്നത്, അങ്ങനെയല്ല പഠിക്കേണ്ടത്. ഡയഗ്രാം വരച്ചിട്ട് ആ ഡയഗ്രത്തിൽ നിന്നും നമ്മൾ MPയുടെയും APയുടെയും TPയുടെയും ഒക്കെ ചേഞ്ചസ് മനസ്സിലാക്കണം. ആ റിലേഷൻഷിപ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട. അപ്പോൾ ഇവിടെ നമ്മൾ ലോങ് റണ്ണിൽ ലേബറും ക്യാപിറ്റലും വർദ്ധിപ്പിക്കാമെന്ന് കരുതുക. ലോങ് റണ്ണിൽ ഒരു റെസ്റ്റോറൻറ്റിലെ ജീവനക്കാരുടെ എണ്ണം 6ൽ നിന്ന് 12 ആയിട്ട് വർദ്ധിപ്പിക്കുന്നു. അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ് കുറച്ചുകൂടെ മോഡിഫൈ ചെയ്യുന്നു, കുറച്ചുകൂടെ
കൂടുതൽ ഫർണിച്ചേഴ്സും മെഷീൻസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് വലുതാക്കി മാറ്റുക എന്ന് കരുതുക, ലോങ് റൺ. അപ്പോൾ അവിടെ ലേബറും ക്യാപിറ്റലും ബോത്ത് ലേബർ ആൻഡ് ക്യാപിറ്റൽ ഇൻക്രീസ്ഡ്. അപ്പോൾ അങ്ങനെ ലേബറും ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യാൻ പറ്റിയ കാലയളവാണ് ലോങ് റൺ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ലോങ് റണ്ണിൽ ലേബറും ക്യാപിറ്റലും ഇൻക്രീസ് ചെയ്തിട്ട് ഔട്ട്പുട്ട് കൂട്ടുകയാണെങ്കിൽ അതിന് നമ്മൾ റിട്ടേൺസ് ടു എ സ്കെയിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ടോ, റിട്ടേൺസ് ടു സ്കെയിൽ ഈസ് റിലേറ്റഡ് വിത്ത് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ദ ലോങ് റൺ ഓൾ ഇൻപുട്സ് ആർ വേരിയബിൾ. അപ്പോൾ ലോങ് റണ്ണിൽ എല്ലാ ഇൻപുട്സുകളും, അതായത് ലേബർ, ക്യാപിറ്റൽ, ലാൻഡ്, എന്റർപ്രണർ, ഇതെല്ലാം വേരിയബിളാണ് കേട്ടോ. ഷോർട്ട് റണ്ണിൽ ലേബർ മാത്രമേ വേരിയബിൾ ആയിട്ടുള്ളൂ. ഷോർട്ട് റണ്ണിൽ. ലോങ് റണ്ണിൽ ഓൾ ദ വേരിയബിൾസ് ആർ വേരിയബിൾ, അല്ലെങ്കിൽ ഓൾ ദ ഇൻപുട്സ് ആർ വേരിയബിൾ. എല്ലാ ഇൻപുട്സിനെ ലോങ് റണ്ണിൽ നമ്മൾ വേരിയബിൾ എന്നാണ് പറയുന്നത് കേട്ടോ, കാരണം മാറുന്ന അതുകൊണ്ട്. ഓക്കെ, ഇപ്പോൾ റിട്ടേൺസ് ടു എ സ്കെയിൽ റെഫേഴ്സ് ടു ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് വെൻ ഓൾ ഇൻപുട്സ് ആർ വേരിയബിൾ ആൻഡ് ദ പ്രൊപ്പോർഷൻ ബിറ്റ്വീൻ ഇൻപുട്സ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അതായത് ലോങ് റണ്ണിൽ നമ്മൾ ലേബറും ക്യാപിറ്റലും വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ഔട്ട്പുട്ടിനകത്ത് വർധന ഉണ്ടാകും. അതിനെയാണ് റിട്ടേൺസ് ടു എ സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ റിട്ടേൺസ് ടു എ സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ലോങ് റണ്ണിൽ ലേബറും ക്യാപിറ്റലും വർദ്ധിപ്പിച്ചിട്ട് ഔട്ട്പുട്ട് കൂട്ടുന്നതിനെയാണ് റിട്ടേൺസ് ടു എ സ്കെയിൽ എന്ന് പറയുന്നത്. പക്ഷേ ലേബറും ക്യാപിറ്റലും വർദ്ധിപ്പിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു പ്രൊപ്പോർഷനകത്ത് മാറ്റം ഉണ്ടാവില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അതെന്ന് ഓക്കെ. അപ്പോൾ ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ലേബറും ക്യാപിറ്റലും വർദ്ധിപ്പിക്കുന്നതിൻ്റെ എത്ര ശതമാനമാണ് ലേബറും ക്യാപിറ്റലും വർദ്ധിപ്പിക്കുന്നത്, അതിനേക്കാൾ ഇരട്ടി വർധന ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്നതാണ് ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നത്. അതായത് ഇഫ് എ പ്രൊപ്പോർഷനേറ്റ് ഇൻക്രീസ് ഇൻ ഓൾ ദ ഇൻപുട്സ് ലീഡ്സ് ടു എ മോർ ദാൻ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ഔട്ട്പുട്ട്. ലേബറും ക്യാപിറ്റലും, ഉദാഹരണത്തിന് ലേബറും ക്യാപിറ്റലും 5% വർദ്ധിപ്പിക്കുകയാണെന്ന് കരുതുക. 5% ലേബറിലും ക്യാപിറ്റലും വർധനവ് വരുത്തുക. പക്ഷേ ഔട്ട്പുട്ടിൽ അല്ലെങ്കിൽ പ്രോഫിറ്റിനകത്ത് ചിലപ്പം 20% ആയിരിക്കും വർധനവ് വരിക. അപ്പോൾ ലേബറും ക്യാപിറ്റൽ എത്ര ശതമാനം കണ്ട് വർദ്ധിപ്പിച്ചോ അതിൻ്റെ 10 മടങ്ങ് വർധനവ് ഉൽപ്പാദനത്തിൽ ഉണ്ടാകുകയാണെങ്കിൽ അതിനെ നമ്മൾ ഉൽപ്പാദനത്തിൻ്റെ ആ സ്റ്റേജിന് ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയും. ആശയം മനസ്സിലായി കാണുമല്ലോ അല്ലേ? അതായത് നമ്മൾ റെസ്റ്റോറൻറ്റ് എക്സാമ്പിൾ വെച്ചിട്ട് വീണ്ടും പറയുകയാണെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിൽ ഗ്രൈൻഡർ, ദോശക്കല്ല് അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റവ് പോലത്തെ ക്യാപിറ്റൽസ് ഉണ്ട്, ഫർണിച്ചേഴ്സ് ഒക്കെ ഉണ്ട്. അവിടെ 1, 2, 3 എന്നിങ്ങനെ 5 പേരെ ജോലിക്ക് വെച്ച്, അല്ലെങ്കിൽ 6 പേരെ ജോലിക്ക് വെച്ചെന്ന് കരുതുക. അങ്ങനെ 1, 2, 3, 4, 5 അങ്ങനെ 6 പേരെ ജോലിക്ക് വെക്കുമ്പോഴത്തേക്കും മാക്സിമം ഉണ്ടാക്കാൻ പറ്റുന്ന ദോശയുടെ എണ്ണം 60 ആണെന്ന് കരുതുക. 60 ദോശ ഉണ്ടാക്കാൻ പറ്റുകയാണ്. മാക്സിമം 60 ദോശ ഒരു ദിവസം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അത് വർദ്ധിപ്പിച്ച് എങ്ങനെയാണ്, ലേബറിൻ്റെ എണ്ണം കൂട്ടിയിട്ട് ഷോർട്ട് റണ്ണിൽ 1, 2, 3, 4, 5, 6 എന്നിങ്ങനെ ലേബേഴ്സിൻ്റെ എണ്ണം കൂട്ടിയിട്ട് ഔട്ട്പുട്ടിനകത്ത് വർധന ഉണ്ടായി എന്നുള്ളത് കരുതുക, ഷോർട്ട് റൺ. ഇനി ലോങ് റണ്ണിൽ എന്ത് സംഭവിക്കുന്നു, ലോങ് റണ്ണിൽ സ്വാഭാവികമായിട്ട് ലേബറിൻ്റെ എണ്ണം വീണ്ടും വർദ്ധിപ്പിക്കണം. 7, 8, 9, 10 എന്നിങ്ങനെ കൂട്ടണം. ലോങ് റണ്ണിൽ ലേബറിൻ്റെ എണ്ണം കൂട്ടുന്നതിനോടൊപ്പം എന്ത് സംഭവിക്കണം, ക്യാപിറ്റലും വർദ്ധിപ്പിക്കണം. ഒരു ദോശക്കല്ലെന്നുള്ള 2 ദോശക്കല്ലായിട്ട് മാറ്റാം, അല്ലെങ്കിൽ വലിയൊരു ദോശക്കല്ലായിരിക്കാം. ഗ്രൈൻഡറിൻ്റെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ അതിൻ്റെ അരയ്ക്കാൻ പറ്റുന്ന അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് വർദ്ധിപ്പിക്കണം, വലിയ ഗ്രൈൻഡർ ആയിരിക്കണം. ഫർണിച്ചേഴ്സിൻ്റെ എണ്ണം കൂട്ടേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ ലേബറും ക്യാപിറ്റലും വർദ്ധിപ്പിക്കുന്നതാണ് ലോങ് റൺ എന്ന് പറയുന്നത്. അങ്ങനെ ലോങ് റണ്ണിൽ അല്ലെങ്കിൽ ഒരു 5-6 മാസങ്ങൾക്കുള്ളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ റെസ്റ്റോറൻറ്റ് അവിടുത്തെ ജോലിക്കാരുടെ എണ്ണം കൂട്ടി, അവിടുത്തെ ക്യാപിറ്റലിൻ്റെ അല്ലെങ്കിൽ ഗ്രൈൻഡറിൻ്റെ ദോശക്കലിൻ്റെ ഒക്കെ എണ്ണം കൂട്ടിയെന്ന് കരുതുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ദിവസം 60 ദോശ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്ന അവരെ സംബന്ധിച്ച് ലേബറിൻ്റെയും ക്യാപിറ്റലിൻ്റെ എണ്ണം കൂട്ടിയുണ്ട്. 6 ലേബർ എന്നുള്ള ഇപ്പോൾ 12 ലേബറാക്കി കൂട്ടിയെന്ന് കരുതുക. അപ്പോൾ അതുപോലെ ഓരോ ഗ്രൈൻഡറും മിക്സിയും അല്ലെങ്കിൽ കാര്യങ്ങളും ഉണ്ടായിരുന്ന ഡബിളായിട്ട് വർദ്ധിപ്പിച്ചെന്ന് കരുതുക. അപ്പോൾ 60 ദോശ എന്നുള്ള സ്വാഭാവികമായിട്ട് എന്തായിട്ടാണ് കൂടേണ്ടത്, 120 ദോശയായിട്ടാണ് കൂടേണ്ടതെന്ന് കരുതുക. പക്ഷേ നമ്മൾ പറയുന്ന ഇതാണ്, 6 ലേബർ എന്നുള്ള 12 കൂട്ടി, അല്ലെങ്കിൽ 6, 6, 12 അങ്ങനെ 6 ലേബറോട് കൂട്ടി, ക്യാപിറ്റലിൻ്റെ എണ്ണം കൂട്ടി, ഗ്രൈൻഡറും ബാക്കിയുള്ള ദോശക്കല്ലും ഗ്യാസ് സ്റ്റവും ഒക്കെ എല്ലാം വർദ്ധിപ്പിച്ചു. സ്വാഭാവികമായിട്ട് ഉൽപ്പാദനം 60 ദോശ എന്നുള്ള ഒരു ദിവസം 120 ദോശയായിട്ടാണ് കൂടേണ്ടത്. പക്ഷേ ദോശയുടെ എണ്ണം 120 പകരം 200, 280 വർദ്ധിക്കുമെന്ന് കരുതുക. അതിനെയാണ് ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നത്. അതായത് ലേബറിൻ്റെ അളവും ക്യാപിറ്റലിൻ്റെ അളവും എത്ര ശതമാനം അല്ലെങ്കിൽ എന്തേരിയാണോ വർദ്ധിപ്പിക്കുന്നത് അതിനേക്കാളും കൂടുതൽ വർധനവ് ഉൽപ്പാദനത്തിൽ ഉണ്ടാവാം. അങ്ങനെയാണെങ്കിൽ അതിനെയാണ് ഇൻക്രീസിങ് റിട്ടേൺസ് ടു എ സ്കെയിൽ എന്ന് പറയുന്നത്, IRS എന്ന് പറയുന്നത്.
അപ്പോൾ അതിനുള്ള കാരണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവിഷൻ ഓഫ് ലേബർ, സ്പെഷ്യലൈസേഷൻ, എക്സ്റ്റേണൽ എക്കോണമീസ് ഓഫ് സ്കെയിൽ എന്നുള്ള. ഇപ്പോൾ ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റ് എക്സാമ്പിൾ പറയുന്നത്. അവിടെ സ്ഥിരമായിട്ട് ദോശ ഉണ്ടാക്കുന്ന ആളെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞ 12 പേര് ജോലി ചെയ്യുന്ന കുറച്ചുകൂടെ മോഡിഫൈ ചെയ്ത് വലിയൊരു റെസ്റ്റോറൻ്റ് ആയിട്ട് മാറിയിട്ടുള്ള റെസ്റ്റോറൻറ്റ് ഇപ്പോൾ 6 പേരിന് പകരം 12 പേര് ജോലി ചെയ്യുന്നുണ്ടെന്ന് കരുതുക. ദോശക്കല്ല് വലിയൊരു ദോശക്കല്ലായിട്ട് മാറി. ഒരേ സമയം 4-5 ദോശയൊക്കെ ചൂടാന്ന് കരുതുക. ഗ്യാസ് കണക്ഷൻ എടുത്തിട്ടുണ്ട്, പുതിയ ഗ്രൈൻഡറുണ്ട്. അങ്ങനെ ഫെസിലിറ്റീസ് എല്ലാം ലോങ് റണ്ണ് വർദ്ധിപ്പിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും ദോശയുടെ എണ്ണം 60-ൽ നിന്ന് 120 പകരം 250 കൂടുകയെന്ന് കരുതുക. അങ്ങനെ ലേബറിങ് ക്യാപിറ്റൽ ഇന്ത്യയിൽ വർദ്ധിപ്പിച്ചോ, ലേബറിങ് ക്യാപിറ്റലും വർദ്ധിപ്പിച്ചതിനേക്കാളും കൂടുതൽ വർധനവ് ഔട്ട്പുട്ടിനകത്ത് ഉണ്ടാവുകയാണെങ്കിൽ അതിനാണ് ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ. അങ്ങനെ സംഭവിക്കാനുള്ള കാരണം എന്താണ്? അങ്ങനെ സംഭവിക്കാനുള്ള കാരണം ഒന്ന് ഡിവിഷൻ ഓഫ് ലേബർ. ഇവിടെ ദോശ ഉണ്ടാക്കുന്ന ആൾ ദോശ മാത്രമേ ചൂടുന്നുള്ളൂ എന്ന് കരുതുക. അയാൾ കൂടുതൽ എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യാൻ അയാൾക്ക് സാധിക്കുന്നു. കൂടുതൽ എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്? അയാൾക്കറിയാം ഇപ്പം ദോശ എത്രമാത്രം വലിപ്പത്തിൽ ചൂടണം, അത് ഏത് സമയം കൊണ്ട് മറിച്ചിടണം, തിരിച്ചിടണം എന്നൊക്കെ അയാൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം നമ്മൾ റെസ്റ്റോറൻറ്റിൽ പൊറോട്ടയൊക്കെ അടിക്കുന്ന ആളെ കണ്ടുകൊണ്ടായിരിക്കും വളരെ ഫാസ്റ്റായിട്ടായിരിക്കും ജോലി ചെയ്യുക. അപ്പോൾ അതുപോലെ ചായ അടിക്കുന്ന ആൾ വളരെ ഫാസ്റ്റായിട്ട് ആയിരിക്കും ജോലി ചെയ്യുക. വളരെ ഫാസ്റ്റായിരിക്കും, അവർക്ക് മിസ്റ്റേക്ക് പറ്റാറില്ല, അല്ലെങ്കിൽ പറ്റും നമുക്ക് കാണാൻ സാധിക്കില്ല. പറ്റുകയെന്നല്ല അതിനുള്ള അർത്ഥം, അവർ എക്സ്പേർട്ടായി എന്നുള്ളതാണ്. ഇപ്പോൾ ദോശ ഉണ്ടാക്കുന്നതിനും ചായ ഉണ്ടാക്കുന്നതിനും ഫുഡ് ഉണ്ടാക്കുന്നതിനൊക്കെ വളരെ ചുരുങ്ങിയ സമയം അവർക്ക് മതി. ചുരുങ്ങിയ സമയം കൊണ്ട് അവർക്ക് കൂടുതൽ എഫിഷ്യൻ്റായിട്ട് ജോലി ചെയ്യാൻ പറ്റും. അപ്പം അതിനെയാണ് എക്സ്പെർട്ടൈസ് എന്ന് പറയുന്നത്, സ്കില്ലെന്ന് പറയുന്നത്. അത് സംഭവിക്കുന്നത് എപ്പോഴാണ്? ഓരോ ആൾക്കാർ അവർ ചെയ്യുന്ന ജോലിയിൽ മാത്രം കൂടുതൽ ശ്രദ്ധ പുലർത്തി വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ കഴിവ് വർദ്ധിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് അവർക്ക് കൂടുതൽ എഫിഷ്യൻ്റായിട്ട് കൂടുതൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിനെയാണ് ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നത്. എല്ലാ ഫാക്ടറികളിലും അല്ലെങ്കിൽ എല്ലാ ഫേമുകളിലും അങ്ങനെ ഡിവിഷൻ ഓഫ് ലേബർ, സ്പെഷ്യലൈസേഷൻ ആദ്യത്തെ സ്റ്റേജ് അത്. ഡിവിഷൻ ഓഫ് ലേബർ, ചായ അടിക്കുന്ന ആൾ ചായ മാത്രം അടിക്കുന്നു, അയാൾ അതിനകത്ത് എക്സ്പെർട്ട് ആകുന്നു. ദോശ ഉണ്ടാക്കുന്ന ആൾ ദോശ മാത്രം ഉണ്ടാക്കുന്നു, അയാൾ വളരെ എഫിഷ്യൻ്റായിട്ട് ചുരുങ്ങിയ സമയം കൊണ്ട് കൂടുതൽ ദോശ ഉണ്ടാക്കാൻ പഠിക്കുന്നു. പാത്രം കഴിയുന്ന ആൾ, സെർവ് ചെയ്യുന്ന ആൾ അത് മാത്രം ചെയ്യുന്നു. വളരെ ഫാസ്റ്റായിട്ട് അവർക്ക് അതൊക്കെ ചെയ്യാൻ പറ്റുന്നു. അതുകൊണ്ട് തന്നെ ലേബറിങ് ക്യാപിറ്റൽ എന്തിനു വർദ്ധിപ്പിക്കുന്നോ അതിൻ്റെ 10 മടങ്ങ് ഉൽപ്പാദനം സാധ്യമാകുന്നു. കൂടുതൽ ആൾക്കാർ വളരെ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നു. കാരണം റെസ്റ്റോറൻറ്റ് തുടങ്ങിയ സമയമാണ്, തുടങ്ങിയിട്ട് അധികം സമയം ആയിട്ടില്ല, എല്ലാ മെറ്റീരിയൽസും പുതിയതാണ്, ആൾക്കാർക്ക് ഭയങ്കര ഉന്മേഷമാണ്, നല്ല രീതിയിൽ ആ റെസ്റ്റോറൻറ്റും മെച്ചപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഭയങ്കര എഫക്റ്റീവായിട്ടും അവരവരുടെ മേഖലകളിലായിരിക്കും അവർ ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് പ്രൊഡക്ഷൻ കണ്ടമാനം വർദ്ധിക്കുന്നു. സ്പെഷ്യലൈസേഷൻ ഡിവിഷൻ ഓഫ് ലേബറിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. ഒരാൾ ചായ അടിക്കുന്ന ആൾ അത് മാത്രം ചെയ്യുന്നു, അതുകൊണ്ട് തന്നെ അയാൾക്ക് അതിനകത്ത് നന്നായിട്ട് ശ്രദ്ധിക്കാൻ സാധിക്കുന്നു, അതിനകത്ത് സ്പെഷ്യലൈസ് ചെയ്യുന്നു. അപ്പോൾ ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ജോലി ചെയ്യുന്ന ആൾ അത് മാത്രം ചെയ്യുന്നതാണ് ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നത്. എങ്കിലേ അവർക്ക് ആ മേഖലയിൽ ഗവേഷണം നടത്തി കൂടുതൽ എഫക്റ്റീവായിട്ട് ജോലി ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് സ്പെഷ്യലൈസേഷൻ സംഭവിക്കുന്നു. അതെല്ലാ മേഖലകളിലും ഉണ്ട് കേട്ടോ. ഞാനൊരു റെസ്റ്റോറൻറ്റ് എക്സാമ്പിൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. സ്പെഷ്യലൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം, അപ്പോൾ അവിടുത്തെ വീട്ടിൽ അയാൾക്കറിയാം അവിടെ ഉണ്ടാക്കിയ സാധനങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണെന്നൊക്കെ അറിയാം. നമ്മൾ ചെല്ലുമ്പോഴേ നമ്മളോട് പറയും നമുക്ക് കഴിക്കാൻ എന്താ വേണ്ട, ഇന്ന സാധനങ്ങൾ ഇവിടെ ഉണ്ട്, ഇന്ന പെട്ടെന്ന് പറഞ്ഞു പോകും അല്ലേ? സ്പെഷ്യലൈസേഷനാണ്. അല്ലാണ്ട് അയാൾ അകത്ത് ചെന്ന് ചോദിച്ചിട്ട് എന്തൊക്കെ നമ്മൾ ചോദിക്കും, നമുക്കൊരു പൊറോട്ട മുട്ട ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ അകത്ത് ചെന്നിട്ട് അയാൾ ചോദിച്ചിട്ട് പറയും പൊറോട്ടയില്ല മുട്ട മാത്രമേ ഉള്ളൂ എന്ന് പറയും. അപ്പോൾ നമ്മൾ ചോദിക്കും ദോശ ഉണ്ടോ എന്ന്. പിന്നീട് അയാൾ അകത്ത് പോയിട്ട് ദോശ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് വരികയാണ് ചെയ്യുന്നത് അല്ല. അപ്പോൾ അതെന്തുകൊണ്ട് നടക്കുന്നില്ല? സ്പെഷ്യലൈസേഷൻ ഉള്ളതുകൊണ്ട്. അയാൾക്കറിയാം അകത്ത് എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, എത്രമാത്രം ഉണ്ട്, ഏതൊക്കെ ഉണ്ടാക്കി തരാൻ പറ്റും, ഇതൊക്കെ അയാൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ അതുപോലെ സ്പെഷ്യലൈസേഷൻ, ചായ അടിക്കുന്ന ആൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അയാളുടെ വർക്ക് കൂടുതൽ സ്പെഷ്യലൈസ്ഡ് ആകുന്നതുകൊണ്ട് വളരെ ഫാസ്റ്റായിട്ട് കടുപ്പം കൂടിയതോ കടുപ്പം കുറഞ്ഞതോ ഒക്കെ ചായ ഉണ്ടാക്കി തരാൻ സാധിക്കും. സ്പെഷ്യലൈസേഷനാണ്. പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് പൊറോട്ട ദോശ ഉണ്ടാക്കുന്ന ആൾക്ക് പെട്ടെന്ന് പൊറോട്ട ഉണ്ടാക്കാൻ സാധിക്കും, ദോശ ഉണ്ടാക്കാൻ സാധിക്കും, നെയ്റോസ്റ്റ് ഉണ്ടാക്കാൻ സാധിക്കും, മസാല ദോശ ഉണ്ടാക്കാൻ സാധിക്കും. അതൊക്കെ അവിടെ സ്പെഷ്യലി അവർ അതിനുള്ള ഇൻഗ്രീഡിയൻസും സാധനങ്ങളൊക്കെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പം അതിനെയാണ് സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അവരവർ ചെയ്യുന്ന മേഖലകളിലെ ചെയ്യുന്ന ജോലികൾ എഫക്റ്റീവായിട്ടും കൂടുതൽ കാര്യക്ഷമമായിട്ടും വർക്ക് ചെയ്യാൻ പറ്റുന്നതിനെയാണ് സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം അങ്ങനെ
അപ്പോൾ ഒരു സ്ഥാപനത്തിൽ നമ്മൾ ലേബറും ക്യാപിറ്റലും വർദ്ധിപ്പിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് ഒരു സ്ഥാപനം തുടങ്ങുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റേജുകളിൽ ഇത് സംഭവിക്കുന്നു കേട്ടോ. ഡിവിഷൻ ഓഫ് ലേബർ സംഭവിക്കുന്നു, സ്പെഷ്യലൈസേഷൻ സംഭവിക്കുന്നു, അതുപോലെ എക്സ്റ്റേണൽ എക്കോണമീസ് ഓഫ് സ്കെയിൽ എന്ന് പറഞ്ഞ കാര്യമുണ്ട്. എക്സ്റ്റേണൽ എക്കോണമീസ് ഓഫ് സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കാനുള്ളതാണ്. നിങ്ങൾക്ക് കൂടുതലൊന്നും ഡീറ്റെയിൽസ് പഠിക്കാനില്ല, എങ്കിലും പറയാം. ഇപ്പോൾ ഒരുമിച്ച് ജോലികൾ ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം എന്നുള്ളതാണ് അതിന് നമുക്ക് എളുപ്പമെന്ന് പറയാൻ പറ്റുന്ന സംഭവങ്ങൾ. അതായത് നമ്മൾ ഒരു കടയിൽ പോയിട്ട് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വരിക എന്ന് കരുതുക. നമ്മൾ അരി മാത്രം മേടിച്ചുകൊണ്ട് വരിക, അങ്ങനെയാണോ? അല്ല. അരി, പലചരക്ക്, പച്ചക്കറികൾ, അങ്ങനെ ഒരു തവണ മാക്സിമം സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരും. അപ്പം അതിൻ്റെ എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? നമുക്കറിയാം, അരി മേടിക്കാൻ ഒരു തവണ പോയിട്ട് വരേണ്ട ആവശ്യമില്ല. പച്ചക്കറിക്ക് വേണ്ടി പിന്നീട് ഒരു സമയം പോകേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ള സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി അങ്ങനെ ഓരോ തവണ പോകേണ്ട ആവശ്യമില്ല. ഒറ്റ തവണ പോയി കഴിഞ്ഞാൽ ഒറ്റ തവണ വണ്ടിക്കൂലി കൊടുത്താൽ മതി, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറഞ്ഞിരിക്കും. അങ്ങനെ പല ഗുണങ്ങളുണ്ടെന്നറിയാം അല്ലേ? അതുപോലെ തന്നെ ഒരു വലിയൊരു ഫാക്ടറിയിൽ പ്രൊഡക്ഷൻ വലിയ തോതിൽ ബൾക്കായിട്ടുള്ള രീതിയിൽ പ്രൊഡക്ഷൻ സാധ്യമാകുമ്പോഴത്തേക്കും അതിന് ലഭിക്കുന്ന ബെനിഫിറ്റിനെയാണ് എക്സ്റ്റേണൽ എക്കോണമീസ് അല്ലെ എക്കോണമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞ പോലെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് സാധനങ്ങളിൽ ഒരുമിച്ചെടുക്കാൻ സാധിക്കും. അതിൻ്റെ ഫലമായിട്ട് ചിലപ്പോൾ കുറഞ്ഞ റേറ്റിന് അവർക്ക് എടുക്കാൻ സാധിക്കും. സ്ഥിരമായിട്ട് ഒരു കടയിൽ നിന്ന് തന്നെ സാധനങ്ങൾ മേടിക്കുമ്പോഴത്തേക്കും മേടിക്കുന്ന പലചരക്ക് വസ്തുക്കളുടെ വില കുറഞ്ഞിരിക്കും, അല്ലെ വില കുറച്ച് കൊടുക്കും. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് എക്സ്റ്റേണൽ എക്കോണമീസ് ഓഫ് സ്കെയിൽ. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഫലമായിട്ട് എന്ത് സംഭവിക്കും? ലേബറും ക്യാപിറ്റലും വർദ്ധിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഔട്ട്പുട്ടിനകത്ത് ലേബറും ക്യാപിറ്റലും വർദ്ധിപ്പിച്ചേക്കാളും കൂടുതൽ പ്രൊഡക്ഷൻ സാധിക്കും, കൂടുതൽ ദോഷം ഉണ്ടാക്കാൻ സാധിക്കുന്നത് കരുത്. കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ലേബറും ക്യാപിറ്റലും വർദ്ധിപ്പിച്ചു, എത്രയാണോ ലേബറും ക്യാപിറ്റലും വർദ്ധിപ്പിച്ചു അതിനേക്കാളും കൂടുതൽ ഔട്ട്പുട്ട് അല്ലെ ദോഷം ഉണ്ടാക്കാൻ സാധിക്കുകയോ ചെയ്യുന്നത്. അതിനെയാണ് ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ, എ സ്കെയിൽ എന്ന് പറയുന്നത്. ഇൻക്രീസിങ് റിട്ടേൺസ് ടു എ സ്കെയിൽ എന്ന് പറയുന്നത്. ഒക്കെ കുറേ നാളുകൂടെ കഴിഞ്ഞു, കുറച്ചുകൂടെ വർഷങ്ങൾ മുന്നോട്ട് പോയെന്ന് കരുതുക. കുറച്ചുകൂടെ വർഷങ്ങൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് അവിടുത്തെ ഫർണിച്ചേഴ്സൊക്കെ പതുക്കെ മോശമാകാൻ തുടങ്ങുന്നു. ലേബേഴ്സിനൊക്കെ ഒരു പതുക്കെ മടുപ്പ് വരാൻ തുടങ്ങുന്നു. അങ്ങനെയുള്ള സ്റ്റേജിലേക്ക് എത്തുന്നു. കുറേ വർഷങ്ങൾ മുന്നോട്ട് പോകുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? പിന്നീട് നമ്മൾ അവിടെ ലേബറും ക്യാപിറ്റലും വർദ്ധിപ്പിക്കുകയാണെങ്കിൽ, ലേബറും ക്യാപിറ്റലും ഏതളവിലാണോ നമ്മൾ വർദ്ധിപ്പിക്കുന്നത് അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ടേ കൂടുകയുള്ളൂ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ 5% ലേബറും ക്യാപിറ്റലും കൂടുകയാണെങ്കിൽ ഔട്ട്പുട്ടിനകത്തും 5% വർധന മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതിനെയാണ് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു എ സ്കെയിൽ എന്ന് പറയുന്നത്. If a proportionate change in input leads to equal and proportionate change in output in the long run, it is the case of constant returns to a scale. ലേബറും ക്യാപിറ്റലും ഏത് അനുപാതത്തിലാണോ വർദ്ധിപ്പിക്കുന്നത് ഔട്ട്പുട്ടിലും അതേ അനുപാതത്തിൽ മാത്രമേ വർധന ഉണ്ടാവുള്ളൂ. കുറേ വർഷങ്ങൾ മുന്നോട്ട് പോയി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ചില കാര്യങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? ഇൻപുട്ട് എത്ര കൂട്ടിയോ ഔട്ട്പുട്ട് അത്ര മാത്രമേ വർദ്ധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള കുറച്ച് റീസൺസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. എന്താ? ദ പ്രൊഡ്യൂസേഴ്സ് അൺഎബിൾ ടു എഫിഷ്യൻ്റ്ലി മാനേജ് ദ ഇൻപുട്സ് വിത്ത് ഗ്രാജുവൽ ഇൻക്രീസ് ഇൻ സ്കെയിൽ. After certain time period, when economies of scale and the diseconomies are yet to begin, the returns to scale appear to be constant. Various communication and coordination, management, personal, financial, marketing problems increase with increasing input and output. Constant returns to scale as transition stage between increasing and decreasing returns to scale. അപ്പോൾ ഈ റിട്ടേൺസ് സ്കെയിലിൻ്റെ ലോജിക്കും റീസൺസും ഒന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. സത്യത്തിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതായത് കാര്യം ഇതാണ്, നമ്മളിപ്പം ഏത് ഫേമിലാണെങ്കിലും ആദ്യം തുടങ്ങിയ സമയത്താണെങ്കിലും നമ്മൾ പറഞ്ഞ പോലെ ഡിവിഷൻ ഓഫ് ലേബറും സ്പെഷ്യലൈസേഷനും എക്സ്റ്റേണൽ എക്കോണമീസ് ഓഫ് സ്കെയിലും അങ്ങനെ കുറേ ഗുണങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? ഉൽപ്പാദനം ഗണ്യമായിട്ട് വർദ്ധിക്കും. ലേബറും ക്യാപിറ്റൽ എന്തേലും വർദ്ധിപ്പിച്ചു അതിൻ്റെ ഇരട്ടി ഔട്ട്പുട്ട് കൂടും, അല്ലെങ്കിൽ പ്രോഫിറ്റ് കൂടും. പക്ഷെ കുറേ വർഷങ്ങൾ മുന്നോട്ട് പോയ ശേഷം ലേബറും ക്യാപിറ്റലും എന്തേലും വർദ്ധിപ്പിച്ചാലും ഔട്ട്പുട്ട് അത്ര മാത്രമേ കൂടുള്ളൂ. അതിനെയാണ് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു എ സ്കെയിൽ എന്ന് പറയുന്നത്. അതിന് പല കാരണങ്ങളാണ് ഉള്ളത്. അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്ഥാപനം ഉൽപ്പാദനത്തിൻ്റെ ഒരു സ്റ്റേജിൽ ലേബറും ക്യാപിറ്റൽ എന്തിനാണ് വർദ്ധിപ്പിക്കുന്നത് അതിന് തുല്യമായിട്ട് മാത്രം ഔട്ട്പുട്ട് വർധന ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് കാരണങ്ങളെന്ന് പറയുന്നത്, ഒരു സ്ഥാപനം വലുതാകുന്നതനുസരിച്ച് അത് മാനേജ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ പതുക്കെ ഉടലെടുക്കുന്നു. തൊഴിലാളി സമരങ്ങൾ ഒരുപക്ഷെ തുടങ്ങിയേക്കാം.
ഉള്ള ഫർണിച്ചേഴ്സും ക്യാപിറ്റലിൻ്റെ ഡിപ്രീസിയേഷൻ, തേയ്മാനം, അതിനു വേണ്ടി വരുന്ന മെയിൻ്റനൻസ്, അങ്ങനെ കുറേ ഫാക്ടേഴ്സ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ അതൊന്നും നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇപ്പോൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഇത്രമാത്രം മനസ്സിലാക്കുക, ലേബറും ക്യാപിറ്റലും ഏതനുപാതത്തിലാണോ വർദ്ധിപ്പിക്കുന്നത്, ഔട്ട്പുട്ട് അതേ രീതി മാത്രം വർദ്ധിക്കുന്നു. അതിനാണ് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു എ സ്കെയിൽ എന്ന് പറയുന്നത്, CRS എന്ന് പറയും. അടുത്തത് ഡിക്രീസിങ് റിട്ടേൺസ് ടു എ സ്കെയിൽ. ഡിക്രീസിങ് റിട്ടേൺസ് ടു എ സ്കെയിൽ എന്ന് പറഞ്ഞ പേര് പോലെ തന്നെ, ഇഫ് എ പ്രൊപ്പോർഷണേറ്റ് ചേഞ്ച് ഇൻ ഇൻപുട്ട് ലീഡ്സ് ടു എ ലെസ് ദാൻ പ്രൊപ്പോർഷണേറ്റ് ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ഇൻ ദ ലോങ് റൺ, ഇറ്റ് ഈസ് കോൾഡ് ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ. ലേബറും ക്യാപിറ്റലും 5% വർദ്ധിപ്പിക്കുകയാണ്. ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന വർധനവ് പക്ഷേ 3% കരുതുക. അങ്ങനെയാണെങ്കിൽ അത് ഡിക്രീസിങ് റിട്ടേൺസ് ടു എ സ്കെയിൽ എന്ന് പറയും. അപ്പോൾ അതിനുള്ള കാരണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലേബറും ക്യാപിറ്റലും വർദ്ധിപ്പിക്കുന്നുണ്ട് നമ്മൾ, പക്ഷേ ലേബറും ക്യാപിറ്റൽ ഏതനുപാതത്തിലാണോ വർദ്ധിപ്പിക്കുന്നത് അതിനേക്കാളും കുറവ് വർധനവ് മാത്രമേ ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ അത് ഒരു ഫേമിൻ്റെ എന്താ പറയുക, കുറേ വർഷങ്ങൾ, ഒരു ഫെയിം തുടങ്ങി കുറേ വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഫെയിം വളരെ വലുതാകുന്നു, ലേബറും ക്യാപിറ്റലും ധാരാളം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ഔട്ട്പുട്ട് ആദ്യമേ ഭയങ്കരമായി കൂടുന്നു. അതിന് ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നു. ലേബറും ക്യാപിറ്റലും ഏത് അനുപാതത്തിലാണോ വർദ്ധിപ്പിക്കുന്നത്, ഔട്ട്പുട്ട് അതിൻ്റെ ഡബിൾ വർധന ഉണ്ടാകുന്നു, ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ. വീണ്ടും വർഷങ്ങൾ മുന്നോട്ട് പോകുന്നു, ലേബറും ക്യാപിറ്റലും വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ ഒരു സ്റ്റേജിൽ എന്ത് സംഭവിക്കുന്നു, ലേബറും ക്യാപിറ്റലും ഏത് അനുപാതത്തിലാണോ വർദ്ധിപ്പിക്കുന്നത് അതിന് തുല്യമായ വർധനവ് മാത്രമേ ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്നുള്ളൂ, കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ. പിന്നീട് വർഷങ്ങൾ മുന്നോട്ട് പോകുന്നു, ലേബറും ക്യാപിറ്റലും വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു, ലേബറും ക്യാപിറ്റലും ഏത് അനുപാതത്തിലാണോ വർദ്ധിപ്പിക്കുന്നത് അതിനേക്കാളും കുറച്ച് ശതമാനം വർധനവ് മാത്രം ഔട്ട്പുട്ടിൽ ഉണ്ടാകും. അതിന് കാരണം എന്ന് പറയുന്നത്, ഒരു സ്ഥാപനം വളരെ വലുതായി കഴിഞ്ഞാൽ അത് മാനേജ് ചെയ്യാനുള്ള പ്രശ്നങ്ങളുണ്ടാകും, പ്രോബ്ലംസ് വിത്ത് കോർഡിനേഷൻ ആൻഡ് കൺട്രോൾ. ഒരു സ്ഥാപനം വളരെ വലുതാകുന്നു, അവിടെ മാനേജറിയൽ പ്രശ്നങ്ങളുണ്ടാകുന്നു, തൊഴിലാളി സമരങ്ങളുണ്ടാകുന്നു, തൊഴിലാളി സംഘടനകളുണ്ടാകുന്നു, അത് ഡീൽ ചെയ്യാനുള്ള പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ സ്വന്തം ജോലി ചെയ്യാൻ മടിയുള്ള ആൾക്കാർ ധാരാളം ഉയർന്നു വന്നേക്കാം, കൈക്കൂലി, സ്വജനപക്ഷപാതം ഒക്കെ ഉണ്ടായേക്കാം. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ, ഷെർക്കിംഗ് എന്ന് പറയാം, ഡ്യൂട്ടി ചെയ്യാനുള്ള മടി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ഇപ്പോൾ ബോട്ടിൽ നെക്സ് എന്ന് പറഞ്ഞാൽ ഷോർട്ടേജ് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, വലിയ ഒരു സ്ഥാപനത്തെ കൺട്രോൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്ഥാപനത്തിലെ ഫർണിച്ചേഴ്സിൻ്റെയും മെഷീൻസിൻ്റെയും തേയ്മാനങ്ങൾ, കേടാകലുകൾ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉയർന്നുകൊണ്ട് ലേബറും ക്യാപിറ്റലും ഒരു പരിധി വരെ വർദ്ധിപ്പിച്ചെന്ന് കരുതുക. പക്ഷേ ആ ഉൽപ്പാദനം അതിന് താഴെ മാത്രമേ വർദ്ധിക്കുകയുള്ളൂ എന്നുള്ളത്. ഇപ്പോഴത്തെ ഒരു KSRTCൻ്റെ ഒരു നല്ല എക്സാമ്പിളാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ സംസാരിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഇത്രമാത്രം മനസ്സിലാക്കുക, ലേബറും ക്യാപിറ്റൽ ഏത് അനുപാതത്തിൽ വർദ്ധിപ്പിക്കുന്നുവോ അതിനേക്കാളും കുറച്ച് വർധനവ് മാത്രമേ ഔട്ട്പുട്ട് ഉണ്ടാവുകയുള്ളൂ. അതിനെയാണ് ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നത്. അതിന് കാരണം എന്ന് പറയുന്നത്, ഒരു സ്ഥാപനം വലുതാകുന്നതുകൊണ്ട്, വളരെ വലുതാകുന്നതുകൊണ്ട് അത് മാനേജ് ചെയ്യാനുള്ള പ്രശ്നങ്ങളുണ്ടാകും. മാനേജീരിയൽ എഫിഷ്യൻസിക്കകത്ത് കുറവുണ്ടാകുന്നുള്ളൂ. കോർഡിനേറ്റ് ചെയ്യാനുള്ള പ്രശ്നങ്ങൾ, കൈക്കൂലി, സ്വജനപക്ഷപാതം, തൊഴിലാളി സമരങ്ങൾ, മറ്റ് ഷോർട്ടേജുകൾ, അപ്പോൾ അതുപോലെ ഉള്ള പ്രശ്നങ്ങളെല്ലാം റൈസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഇനി കോപ്പ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണെന്നുള്ള CD പ്രൊഡക്ഷൻ ഫംഗ്ഷൻ തന്നെ പറയാറുണ്ട്. കോപ്പ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ Q ഇസ് ദ ഔട്ട്പുട്ട്, Q ഇസ് എ ഫംഗ്ഷൻ ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ. ലേബറും ക്യാപിറ്റലുമാണ് ഇവിടെ. ക്യാപിറ്റലിന് K എന്നുള്ള ലെറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത്. ലേബറും ക്യാപിറ്റലും വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ ഔട്ട്പുട്ട് കൂട്ടാൻ പറ്റുമെന്ന് പറഞ്ഞു. ഷോർട്ട് റണ്ണിൽ ലേബർ മാത്രം വർദ്ധിക്കുന്നു, ക്യാപിറ്റൽ കോൺസ്റ്റൻ്റ് ആക്കി നിർത്തി ലേബർ മാത്രം നമ്മൾ വർദ്ധിപ്പിക്കുന്നു ഔട്ട്പുട്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ കണ്ടു, ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ ഉള്ള തിയറി നമ്മൾ കണ്ടു. ഷോർട്ട് റണ്ണിൽ ഔട്ട്പുട്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലേബർ വർദ്ധിപ്പിക്കുന്നു, ക്യാപിറ്റൽ കോൺസ്റ്റൻ്റ് ആക്കി നിർത്തുന്നു, ബാറിട്ടിരിക്കും അവിടെ. അപ്പോൾ അങ്ങനെ വർദ്ധിപ്പിച്ച്, ആ ലേബർ മാത്രം വർദ്ധിപ്പിച്ച് ഔട്ട്പുട്ട് വർദ്ധിപ്പിക്കുന്നതിന് ഷോർട്ട് റണ്ണ് വർദ്ധിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് ഷോർട്ട് റണ്ണിൽ കൂട്ടാൻ പറ്റുള്ളൂ. കാരണം ക്യാപിറ്റൽ ഫിക്സഡ് ആയതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ ഫിക്സഡ് ആക്കി നിർത്തി ലേബർ മാത്രം വർദ്ധിപ്പിച്ചാൽ ഔട്ട്പുട്ട് കൂട്ടുന്നതിന് പരിധിയുണ്ട്. അത് വിശദീകരിക്കുന്ന തിയറിയാണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്നുള്ള തിയറി എന്ന് പറയുന്നത്. ഇനി ലോങ് റണ്ണിൽ നമ്മൾ ഔട്ട്പുട്ട് വർദ്ധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ലേബറും ക്യാപിറ്റലും വർദ്ധിപ്പിച്ചേ തീരുള്ളൂ, രണ്ടും ഒരുമിച്ച് വർദ്ധിപ്പിക്കണം. അപ്പോൾ അതിനെയാണ് റിട്ടേൺസ് ടു എ സ്കെയിൽ എന്ന് പറയുന്നത്. ലോങ് റണ്ണിൽ ലേബറും ക്യാപിറ്റലും വർദ്ധിപ്പിച്ച്
ഔട്ട്പുട്ട് കൂട്ടുന്നതിനാണ് റിട്ടേൺസ് ടു എ സ്കെയിൽ എന്ന് പറയുന്നത്. അത് 3 രീതിയിലുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ലേബറും ക്യാപിറ്റലും നമ്മൾ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ എത്രയാണ് ലേബറും ക്യാപിറ്റലും വർദ്ധിപ്പിക്കുന്നത്, ഔട്ട്പുട്ടിനകത്ത് അതിനേക്കാളും ഇരട്ടി വർധന ഉണ്ടാവുകയാണെങ്കിൽ ഇൻക്രീസിങ് റിട്ടേൺസ് ടു എ സ്കെയിൽ എന്ന് പറയുന്നത്. ഇനി ലേബറും ക്യാപിറ്റലും നമ്മൾ എന്തിനാണ് വർദ്ധിപ്പിക്കുന്നത്, അതിന് ആനുപാതികമായിട്ടാണ് എന്തിൽ ഔട്ട്പുട്ടിൽ വർധന ഉണ്ടാകുന്നെങ്കിൽ അതിനെ കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു എ സ്കെയിൽ എന്ന് പറയുന്നു. ഇനി ലേബറും ക്യാപിറ്റൽ ഏത് അനുപാതത്തിലാണോ വർദ്ധിപ്പിക്കുന്നത് അതിനേക്കാളും കുറഞ്ഞ അളവിൽ മാത്രമേ എന്താണ് ലേബറും ക്യാപിറ്റൽ ഏത് അനുപാതത്തിൽ വർദ്ധിപ്പിക്കുന്നോ അതിനേക്കാളും കുറഞ്ഞ അളവിൽ മാത്രമേ ഔട്ട്പുട്ട് കൂടുകയുള്ളൂ എങ്കിൽ അതിനെ ഡിക്രീസിങ് റിട്ടേൺസ് ടു എ സ്കെയിൽ എന്ന് പറയും. മനസ്സിലായില്ലേ? ഓക്കെ. ഇനി ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഉണ്ട്, കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. അത് നിങ്ങൾ വായിച്ചാൽ മതി. അതിങ്ങനെയാണ് സംഭവം, എളുപ്പത്തിൽ ഞാൻ പറയാം. ഔട്ട്പുട്ട് Q ഈസ് എ ഫംഗ്ഷൻ ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ. ഇവിടെ ലേബറിന് എന്താണ്, ലേബറിന് നമ്മൾ ആൽഫാന്നോ ബീറ്റാന്നോ എന്ത് വേണമെങ്കിലും ആവാം കേട്ടോ, ആൽഫ ബീറ്റ വെച്ചാൽ പറയുന്നത്. ഈ ലേബറിനും ക്യാപിറ്റലിനും ഒരു പവർ കൊടുക്കുന്നു. അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് പഠിക്കാനില്ല, ഇപ്പം ഞാൻ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുമില്ല. ലേബറും ക്യാപിറ്റലും വർദ്ധിപ്പിക്കുന്ന പ്രൊപ്പോർഷനുണ്ട്. ആ പ്രൊപ്പോർഷൻ ആനുപാതികമായിട്ടാണോ അല്ലെങ്കിൽ കുറഞ്ഞ അനുപാതത്തിലാണോ ഔട്ട്പുട്ട് കൂട്ടുന്നതെന്ന് പറയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, Q ഈസ് എ ഫംഗ്ഷൻ ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ. ലേബർ ഈസ് ആൽഫ അല്ലെങ്കിൽ L റേസ് ടു ആൽഫ K റേസ് ടു ബീറ്റ. ഇവിടെ ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ ഇതിനെ കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയും. ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയും. ആൽഫ പ്ലസ് ബീറ്റ ഈസ് ലെസ് ദാൻ 1 ആണെങ്കിൽ ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയും. അതായത് ഇത്രേ ഉള്ള കാര്യം. കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ, കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ്. അവിടെ ലേബറും ക്യാപിറ്റലും വർദ്ധിപ്പിച്ച് നമുക്ക് ഔട്ട്പുട്ട് കൂട്ടാൻ പറ്റും. ഈ ലേബറും ക്യാപിറ്റലും വർദ്ധിപ്പിക്കുന്നതിൻ്റെ പവർ അഥവാ അതിൻ്റെ റേഷ്യോ അല്ലെങ്കിൽ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് കൂട്ടിക്കഴിഞ്ഞാൽ അതിന് ആൽഫ എന്നും ബീറ്റ എന്നുമാണ് നമ്മൾ പേര് കൊടുക്കുന്നത്. ഈ ആൽഫയും ബീറ്റയും കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന ലെസ് ദാൻ 1 ആണോ ഈക്വൽ ടു 1 ആണോ ഗ്രേറ്റർ ദാൻ 1 ആണോ എന്നുള്ളത് നോക്കിയിട്ടാണ് അവിടെ ഇൻക്രീസിങ് റിട്ടേൺസ് ഉണ്ടോ ഡിക്രീസിങ് ആണോ കോൺസ്റ്റന്റ് റിട്ടേൺസ് ആണോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ നിങ്ങളോട് ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും, Q ഈസ് ഈക്വൽ ടു A എന്നോ T എന്നോ എന്തെങ്കിലും തരും. A ഇൻറ്റു അല്ലെങ്കിൽ ഫംഗ്ഷന് പകരം അല്ല, അതൊരു പ്രൊഡക്ടിവിറ്റിയാണ്, ടെക്നോളജിയാണ്, അത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. A ഇൻറ്റു L റേസ് ടു ആൽഫ K റേസ് ടു ബീറ്റ. ഇങ്ങനെയൊരു സംഭവം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഓർത്താൽ മതി എന്താണ്, ഇതൊരു കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണെന്ന് ഓർത്താൽ മതി. ഇവിടെ ലേബറും ക്യാപിറ്റലും വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഔട്ട്പുട്ട് കൂടും. ലേബറും ക്യാപിറ്റലും വർദ്ധിപ്പിക്കുന്നതിൻ്റെ നിരക്കാണ് നമുക്കറിയേണ്ടത്. അപ്പോൾ ഇവിടെ ലേബറും ക്യാപിറ്റലും വർദ്ധിപ്പിച്ചാൽ ഔട്ട്പുട്ട് കൂടും. ഇത് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ കോൺസ്റ്റന്റ് ആണോ എന്ന് മനസ്സിലാക്കാൻ എന്ത് ചെയ്താൽ മതി, മുകളിൽ തന്നിട്ടുള്ള ഈ ആൽഫ ഉണ്ടല്ലോ, ഏതാ ഇവിടെ ആൽഫയും ബീറ്റയും തന്നിട്ടുണ്ട്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കിടാൻ കുഴപ്പമൊന്നുമില്ല. ഈ ആൽഫയും പ്ലസ് ബീറ്റയും രണ്ടും കൂടെ കൂട്ടി കഴിഞ്ഞാൽ 1 ആണോ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 1 ആണോ ലെസ് ദാൻ 1 ആണോ നോക്കിയാൽ മതി. ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇവിടെ ചിലപ്പോൾ ആൽഫ റേസ് ടു അല്ലെങ്കിൽ എന്താ പറയുക L റേസ് ടു 3 എന്നായിരിക്കും ചിലപ്പോൾ വരുന്നത്. ഫോർ എക്സാമ്പിൾ അവിടെ എക്സാമ്പിൾ ഉണ്ട്, അതിലേക്ക് നമുക്ക് വരാൻ മുമ്പ് പറയാം. Q ഈസ് ഈക്വൽ ടു A ഇൻറ്റു L റേസ് ടു 3 ഡോട്ട് K റേസ് ടു 2. ഇങ്ങനെ ഒരു കേസിൽ L റേസ് ടു 3 എന്നുള്ളത് ആൽഫ അല്ലെങ്കിൽ ബീറ്റ, K റേസ് ടു 2 എന്നുള്ളത് ആൽഫയോ ബീറ്റയോ തരുന്ന പോലെ ഇവിടെ എന്ത് ചെയ്താൽ മതി, 3 + 2 ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു 5 എന്നുള്ളതാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു, അവിടെ ആൽഫയും ബീറ്റയോട് കൂട്ടി കഴിയുമ്പം എന്താ സംഭവിക്കുന്നത്, ഒന്നിനേക്കാളും കൂടുതൽ ഇവിടെ കിട്ടുന്നത് അല്ലേ. അങ്ങനെയാണ് ഇത് ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിലാണ്. ഇനി ഇത് ചിലപ്പോൾ എന്താ സംഭവിക്കുക, ചിലപ്പോൾ രണ്ടും കൂടെ 1/2 ആയിരിക്കാം അല്ലെങ്കിൽ 0.5 ആയിരിക്കാം. Q ഈസ് ഈക്വൽ ടു A ഇൻറ്റു L റേസ് ടു 0.5 ഇൻറ്റു K റേസ് ടു 0.5. അപ്പോൾ നമ്മളിവിടെ ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, 1 കിട്ടും. അങ്ങനെയാണ് ഇത് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിലാണ്. അതൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ വായിച്ചാൽ മതി.
if alpha plus beta is equal to 1, constant returns to scale. If alpha and beta is greater than 1, increasing returns to scale. If alpha plus beta is less than 1, decreasing returns to scale. അപ്പോൾ ഇതിൽ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതുകൂടെ പറഞ്ഞാൽ മനസ്സിലാകും. അപ്പോൾ നിങ്ങളോട് കോപ്പ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്ര എഴുതിയാൽ മതി. Q is equal to A ഇൻറ്റു അല്ലെങ്കിൽ F ഇൻറ്റു L റേസ് ടു ആൽഫ പ്ലസ്സോ ഇൻറ്റു ആകാം ചിലപ്പോൾ കേട്ടോ, നമുക്ക് പറയാൻ പറ്റില്ല. L റേസ് ടു ആൽഫ ഇൻറ്റു K റേസ് ടു ബീറ്റ, അങ്ങനെ ഒരു ഫോമിലുള്ള ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആയിരിക്കും കോപ്പ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. അവിടെ ആൽഫയും ബീറ്റയോട് കൂട്ടുമ്പോൾ കിട്ടുന്ന വാല്യൂ നോക്കിയിട്ടാണത് അവിടെ ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ ഉണ്ടോ, ഡിക്രീസിങ് ആണോ, കോൺസ്റ്റൻ്റ് ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഉദാഹരണത്തിന് ഇവിടെ നോക്കുക, ഇല്ലസ്ട്രേഷൻ 3 നോക്കുക. ഇല്ലസ്ട്രേഷൻ 3ൽ Q is equal to കണ്ട Q is equal to L raised to 2 ഇൻറ്റു K raised to 3. ഇൻറ്റു എന്ന് പറഞ്ഞാൽ ഡോട്ട് ഇട്ടിരിക്കുന്ന ഗുണിക്കുക, മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ള അർത്ഥത്തില്ല കേട്ടോ. ഓക്കെ, നെയിം ദിസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. വിച്ച് സ്റ്റേജ് ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ വിൽ ബി പെർഫോംഡ് ഹിയർ ഓർ ഈസ് പെർഫോംഡ് ഹിയർ. അപ്പോൾ Q is equal L raised to 2 K raised to 3 എന്നുള്ള കാണുമ്പോഴേ നിങ്ങൾ ഓർത്തോണം എന്താണ്, അതൊരു കോപ്പ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണെന്ന് ഓർത്തോണം. അതിൻ്റെ ആൻസർ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ L raised to 3 അല്ല L raised to എന്നുള്ള സംഭവം കാണുമ്പോൾ ഓർത്തോണം ഇതൊരു CD പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണെന്ന് ഓർത്തോണം. വിച്ച് സ്റ്റേജ് ഓഫ് റിട്ടേൺ ഈസ് പെർഫോംഡ് ഹിയർ എന്നുള്ള അത് മനസ്സിലാക്കാൻ എന്ത് ചെയ്താൽ മതി, L raised to 2 പ്ലസ് K raised to 3 കൂട്ടിയാൽ മതി. നമുക്ക് എന്ത് കിട്ടും, 5 കിട്ടും. കാരണം ഇത് 2 എന്ന് പറയുന്നത് ആൽഫയും 3 എന്ന് പറയുന്നത് ബീറ്റ ആയിരിക്കും. ഇതോടെ കൂട്ടിക്കഴിഞ്ഞാൽ എന്താ നമുക്ക് കിട്ടുക, 5 കിട്ടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് 5 എന്ന് പറയുന്നത് ഒന്നിനേക്കാളും കൂടുതൽ അല്ലേ, 5 ഈസ് ഗ്രേറ്റർ ദാൻ 1, അല്ലെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഗ്രേറ്റർ ദാൻ 1. അതായത് 5 എന്ന് പറഞ്ഞത് ഒന്നിനേക്കാളും കൂടുതൽ നമുക്കിവിടെ കിട്ടി. അതുകൊണ്ട് ഇത് എന്താണ്, ഇൻ ദ കേസ് ഓഫ് ഇത് ഇൻക്രീസ് റിട്ടേൺസ് ടു സ്കെയിലാണ്. 1നേക്കാളും കൂടുതലാണെങ്കിൽ ലേബറും ക്യാപിറ്റലും ഏതളവ് വർദ്ധിപ്പിക്കുന്നു, ഔട്ട്പുട്ട് അതിൻ്റെ ഇരട്ടി വർദ്ധിക്കും എന്നുള്ളത്. അതുകൊണ്ട് ഇത് ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിലാണ്. ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഗ്രേറ്റർ ദാൻ 1, ഒന്നിനേക്കാളും കൂടുതലാണ് വാല്യൂ കിട്ടുന്നത്. ഇനി ഇല്ലസ്ട്രേഷൻ 4 എന്നുള്ള കേസ് നോക്കുക. ഇഫ് Q is equal to 2 into L raised 1/2 into K raised 1/2. ഓക്കെ, ഇവിടെ എല്ലിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ലേബറിൻ്റെ വാല്യൂ 100, ക്യാപിറ്റലിൻ്റെ വാല്യൂ 100. അപ്പോൾ Q is equal to 2 into എല്ലിൻ്റെ സ്ഥാനത്ത് 100 raised to 1/2 ഇൻറ്റു കെയുടെ വാല്യൂ 100 raised to 1/2. ഓക്കെ, ഇതിൻ്റെ ആൻസർ ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, ഈ 1/2 എന്നുള്ള സംഭവം നോക്കുക. 2 into L raised to 1/2 K raised to 1/2, L is equal to 100, K is equal to 100, Q is equal to 2 into 100 into 1/2, 100 into 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റൂട്ടായിരിക്കും ഇവിടെ വരിക. 1/2 എന്നുള്ളത് നമ്മൾ റൂട്ടായി എടുക്കും, 100ൻ്റെ റൂട്ടുകൾ എടുക്കേണ്ടത്. അപ്പോൾ 2 into 1/2 എന്ന് പറഞ്ഞാൽ റൂട്ടായിട്ടാണ് നമ്മൾ എടുക്കുക കേട്ടോ. ഓക്കെ, 100ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് എത്രയാണ്, 10. രണ്ടും 10 ആണ്. അപ്പോൾ എന്ത് സംഭവിക്കും, 100 into 2, 100 into 2 is equal to 200 യൂണിറ്റ്സ് എന്നുള്ളത്. ഇവിടെ പറഞ്ഞ സംഭവം ഇതാണ്, നമുക്കൊരു 1/2 ഇട്ട് ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ റൂട്ട് കണ്ടാൽ മതി കേട്ടോ. എല്ലിൻ്റെ L raised to 1/2, ഇപ്പോൾ Q is equal to L എന്ന് 2 അവിടെ തന്നിട്ടുണ്ട് ഇൻറ്റു 100, എല്ലിൻ്റെ സ്ഥാനത്ത് 100, അത് റൂട്ട് കാണണം. അതിൻ്റെ 1/2 എന്ന് പറഞ്ഞ റൂട്ടാണ്. ഇൻറ്റു അടുത്തതും എന്താണ്, 100 100ൻ്റെ റൂട്ടാണ് കാണേണ്ടത്, ക്യാപിറ്റലിൻ്റെ സ്ഥാനത്ത് 100ൻ്റെ റൂട്ട്. അപ്പോൾ എത്ര കിട്ടി, 2 ഇൻറ്റു 100ൻ്റെ റൂട്ട് 10 ഇൻറ്റു 10 തന്നെ. അപ്പോൾ 100 ഇൻറ്റു 100 200 നമുക്ക് അവിടെ കിട്ടി, 200 യൂണിറ്റ്സാണ് കേട്ടോ. ഓക്കെ, അതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഇഫ് എമൗണ്ട് ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ ആർ ഇൻക്രീസ്ഡ് ബൈ 10 times എന്നുള്ളത്. ലേബറും ക്യാപിറ്റലും 10 ഇരട്ടി വർദ്ധിപ്പിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളത്. അതിൻ്റെ ആൻസറും അവിടെ കൊടുത്തിട്ടുണ്ട്. പത്ത് ശതമാനം അല്ലെങ്കിൽ 10 ഇരട്ടി വർദ്ധിപ്പിക്കുക എന്ന് കരുതുക. ഇവിടെ 2 into
നോക്ക് 10 × 100 അപ്പോൾ അവിടെ നമുക്ക് 1000 കിട്ടി. 1000 റൂട്ട് നമ്മൾ എടുക്കുന്നു. 100 നമുക്ക് അവിടെ കിട്ടുന്നു. അവസാനം അൾട്ടിമേറ്റ് ആയിട്ട് എത്ര കിട്ടുന്നു? 2000 ആയിട്ട്. നിങ്ങളത് നോക്കിയാൽ അത് വളരെ സിമ്പിളാണ്. മനസ്സിലായില്ലേ? നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. 10 ടൈംസ് ഗ്രേറ്റ് എന്നുള്ള സംഭവം വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണത്. അപ്പോൾ ഇവിടെ നോക്കുക, നമ്മൾ ഇൻക്രീസിങ് കോൺസ്റ്റന്റ് റിട്ടേൺസ് സ്കെയിൽ ഇവിടെ കിട്ടുന്നത്. കാരണം 1/2 ആൽഫയുടെ സ്ഥാനത്തും ബീറ്റയുടെ സ്ഥാനത്തും 1/2 ലഭിച്ചിട്ടുള്ള. അത് രണ്ടോ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 1 കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. 10 ഇരട്ടി വർധനവും നമുക്ക് നേരിട്ടും വേണമെങ്കിൽ കിട്ടും. നേരത്തെ കിട്ടി 200 യൂണിറ്റിനെ 10 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാലും 2000 എന്നുള്ള ആൻസർ തന്നെ അവിടെ കിട്ടും. മനസ്സിലായില്ലേ? ഇത് ഇവിടെ നമ്മൾ 200 യൂണിറ്റ് എന്ന് കിട്ടി. അതിൻ്റെ 10 ലേബറിങ് ക്യാപിറ്റൽ അതിൻ്റെ 10 ടൈംസ് കൂടുക എന്ന് പറഞ്ഞാൽ 200നെ 10 കൊണ്ട് ഗുണിച്ചാലും നമുക്ക് നേരത്തെ ഇവിടെ കിട്ടിയ ആൻസർ ആയിട്ടുള്ള എന്ത് കിട്ടും? 2000 കിട്ടും. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. നിങ്ങൾ നോക്കിയാൽ മതി. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പം അതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കുക, മനസ്സിലാക്കുക, പഠിക്കുക. വളരെ ശ്രദ്ധിച്ച് കൂടുതൽ സമയമെടുത്ത് പഠിക്കേണ്ട സമയമായിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സർക്കുലർ കഴിഞ്ഞ ദിവസം വന്നായിരുന്നു. നമുക്ക് സ്കൂളിലേക്ക് സർക്കുലർ വന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനുവരി 30 കൊണ്ട് ഓൺലൈൻ ക്ലാസ്സുകൾ തീർക്കണം എന്നുള്ള, പ്ലസ് ടുക്കാർക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ തീർക്കണം എന്നുള്ള രീതിയിലാണ് വന്നത്. നമുക്ക് ഓൺലൈൻ ക്ലാസ് തീർക്കാനല്ല പറഞ്ഞിരിക്കുന്നത്, നമ്മളോട് ഓൺലൈൻ ക്ലാസ് എടുക്കാൻ പോലും പറഞ്ഞിട്ടില്ല. വിക്ടേഴ്സ് ചാനലിലെ ഓൺലൈൻ ക്ലാസ്സുകൾ ജനുവരി 30 തീർത്തിട്ട് റിവിഷൻ തുടങ്ങണം എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. റിവിഷൻ ആര് തുടങ്ങും? അവർ തന്നെ. വിക്ടേഴ്സ് ചാനലിൽ കൂടെ എടുക്കുന്ന ക്ലാസ്സുകൾ ഫിനിഷ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം ഗവൺമെൻറ് കരുതുന്നത്. അപ്പോൾ അതിനുശേഷം കുറച്ച് റിവിഷൻ ക്ലാസ്സുകളും വിക്ടേഴ്സ് ചാനലിൽ കൂടെ കൊടുക്കുക. അപ്പം അങ്ങനെ അതിനുശേഷം പ്രാക്ടിക്കൽ എക്സാമുകൾ നടത്താൻ ആവശ്യമായിട്ടുള്ള ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഗവൺമെൻറ് ചിന്തിക്കുന്നത്. എന്നിട്ട് മാർച്ചിൽ എക്സാം നടത്താൻ ഉള്ള ഒരു പ്ലാനാണ് ഇപ്പോൾ ഗവൺമെൻറ്റിനുള്ളത്. നിലവിൽ ആ സർക്കുലറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, മാർച്ചിൽ പരീക്ഷ നടത്താൻ പറ്റുമോ എന്നുള്ളതാണ് ഗവൺമെൻറ് ചിന്തിക്കുന്നത്. ശരിക്കും ജനുവരിയിൽ ഒരു ക്ലാസ് എടുക്കുന്നതിനെ കുറിച്ചിട്ട് ഇപ്പോഴും ഒരു ആലോചന നടക്കുന്നില്ല എന്നുള്ളത് അറിയാൻ പറ്റുന്നത്. തുടങ്ങിയേക്കുമെന്ന് പറഞ്ഞാൽ കൂടി ഈ എലക്ഷൻ ഒക്കെ ഉണ്ട്. എലക്ഷന് ശേഷം അസുഖം കൂടുമോ ഇല്ലയോ എന്നൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും ഇപ്പോഴത്തെ ഗവൺമെൻറ് തീരുമാനം എന്താണെന്ന് വെച്ചാൽ ജനുവരി ഈവൻ ക്ലാസ് തുടങ്ങിയാൽ കൂടി പെട്ടെന്ന് തീർക്കുക എന്നുള്ള, മാർച്ച് കൊണ്ട് തീർക്കുക. ഇനി തുടങ്ങാൻ പറ്റിയില്ലെങ്കിൽ കൈറ്റിലെ വിക്ടേഴ്സ് ചാനലിൽ കൂടെ ക്ലാസ്സുകൾ കംപ്ലീറ്റ് ചെയ്തിട്ട് പരീക്ഷ മാർച്ച് കൊണ്ട് നടത്തുക എന്നുള്ള ഗവൺമെൻറ്റിൻ്റെ ഒരു പ്ലാൻ ഇപ്പം അങ്ങനെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്ലാസ് എടുത്താലും ഇല്ലെങ്കിലും വിക്ടേഴ്സ് ചാനലിൽ അവർ ക്ലാസ് എടുത്ത് തീർത്തിട്ടുണ്ടെങ്കിൽ പരീക്ഷ മാർച്ച് നടക്കുമെന്നുള്ള അറിയാൻ പറ്റുന്നത്. ഇനി പരീക്ഷ മാർച്ച് നടന്നാലും ഇല്ലെങ്കിലും മാർച്ച് പരീക്ഷ നടക്കുമെന്നുള്ളത് നമുക്ക് കരുതാം. കാരണം ഇതുവരെയുള്ള എല്ലാ പരീക്ഷകളും കഴിഞ്ഞ മാർച്ച് കൊണ്ട് ഏകദേശം തീർന്നു. ബാക്കി തീരാത്ത ജൂണിൽ നടത്തി. അതുപോലെ ഇമ്പ്രൂവ്മെൻറ്റ് ജൂലൈ നടക്കേണ്ടത് ഇപ്പം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ഡിസംബറിൽ നടത്താൻ പോവാണ്. അപ്പോൾ മാർച്ച് പരീക്ഷ നടത്താൻ പറ്റുമോ എന്നാണ് ഗവൺമെൻറ് ഇപ്പോൾ ശ്രമിക്കുന്നത്. മാർച്ച് നടത്താൻ സാധ്യത കൂടുതൽ. കാരണം ഏപ്രിൽ ആകുമ്പോൾ അടുത്ത നിയമസഭാ ഇലക്ഷനാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും. അതിനു മുമ്പ് പരീക്ഷ നടത്തുക എന്നുള്ള ഗവൺമെൻറ് ഒരു ഉദ്ദേശം. അങ്ങനെ പരീക്ഷ അവർ മാർച്ച് നടത്തുകയാണെങ്കിൽ വലിയ ക്ലാസ്സൊന്നും നമുക്ക് കിട്ടില്ല. വിക്ടേഴ്സിലുള്ള ക്ലാസ്സിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പരീക്ഷ മിക്കവാറും നടത്തപ്പെടുക, ജനുവരി തുടങ്ങാൻ പറ്റിയില്ലെങ്കിൽ. ഞാൻ പറയുന്നത് ഇത്രേ ഉള്ളൂ. അനിശ്ചയാവസ്ഥയുണ്ട്. നിങ്ങളെ പഠിപ്പിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്കൊന്നും ഒഴിവാകാനൊന്നും പറ്റില്ല. പരീക്ഷ നടന്നിട്ടുണ്ടെങ്കിൽ ഡിഗ്രിക്ക് അഡ്മിഷനും കാര്യങ്ങളും നടക്കും. ഡിഗ്രി പരീക്ഷകൾ ഓഫ്ലൈനായിട്ട് ഇപ്പോൾ തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്ലസ് ടു പരീക്ഷകൾ എങ്ങനെയെങ്കിലും അവർ നടത്തിയിട്ട് അടുത്ത വർഷം നിങ്ങൾ ഡിഗ്രിക്ക് പറഞ്ഞു വിടുക. അല്ലാണ്ട് സാധ്യതയൊന്നുമില്ല. മാർച്ച് പരീക്ഷ നടത്തുകയാണെങ്കിൽ പ്രാക്ടിക്കൽ പരീക്ഷകൾ മാത്രമേ, സയൻസുകാരുടെ പ്രാക്ടിക്കൽ പരീക്ഷകൾ മാത്രമേ ഓഫ്ലൈനായിട്ട് നടത്താൻ സാധ്യതയുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് വിക്ടേഴ്സ് ചാനൽ കണ്ട് പഠിച്ചോണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ പരീക്ഷ നടത്തും. അങ്ങനെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. ജനുവരി ക്ലാസ് തുടങ്ങിയാലും ജനുവരി ഫെബ്രുവരി കൊണ്ടൊന്നും നമുക്ക് ഒരിടത്തും എത്താൻ പറ്റില്ല. നേരിട്ട് സ്കൂളിൽ വന്നാലും വന്നാൽ കൂടി 60 പേരെ ഒരു ക്ലാസ് ഇരുത്താൻ പറ്റില്ല. അപ്പോൾ ആലോചിച്ച് നോക്കണം. വെക്കേഷൻ ക്ലാസ്സുകളെ കുറിച്ച് ഗവൺമെൻറ് ചിന്തിക്കുന്നില്ലെന്ന് എനിക്ക് മനസ്സിലാകുന്നു. എന്ന് പറഞ്ഞാൽ മാർച്ചിൽ നടത്തുകയാണെങ്കിൽ ഏപ്രിലോ മെയിലൊന്നും ക്ലാസ് കാണുമല്ല. അതിന് മുമ്പ് പരീക്ഷ നടത്തും. അങ്ങനെ പരീക്ഷ നടത്തുവാണെങ്കിൽ വിക്ടേഴ്സ് ചാനലിലെ പാഠഭാഗങ്ങൾ ആസ്പദമാക്കി അവർ ക്വസ്റ്റ്യന് വിടും.
അതുകൊണ്ട് നിങ്ങൾ ഉഴപ്പി നടക്കുകയാണെങ്കിൽ ഓർത്തുകൊള്ളുക, നന്നായിട്ട് ബുദ്ധിമുട്ടാൻ പോവുകയാണ്. ഒരു പക്ഷേ പരീക്ഷയൊക്കെ വളരെ സിമ്പിളായിട്ടായിരിക്കും നടത്തുക, പക്ഷേ ഡിഗ്രിക്ക് ചെല്ലുമ്പോഴത്തേക്കും മാർക്ക് കൂടിയ ആൾക്കാർക്കായിരിക്കും നല്ല കോളേജ് അഡ്മിഷൻ കിട്ടുക. അന്ന് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും ഗവൺമെൻറ് പരീക്ഷകൾ ഇപ്പോൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട് ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ കണ്ടുകൊള്ളുക. കാണുന്നില്ലെങ്കിൽ അവസാനം ഞാൻ പഠിച്ചില്ല, എനിക്കറിയത്തില്ലായിരുന്നു, ആരും ഒന്നും പറഞ്ഞില്ല, കേട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഉത്തരവാദിത്തം കാണില്ല. ഇപ്പം തന്നെ കഴിഞ്ഞ ചാപ്റ്ററിൽ ക്വസ്റ്റൻ ആൻസർ എഴുതി തരാൻ പറഞ്ഞിട്ട് 10 പേരോളമാണ് ഇത്ര നാളുകൊണ്ട് ആകെ അയച്ചത്. ഇപ്പം നിങ്ങൾ വർക്ക് ചെയ്ത് അയക്കുന്നില്ലെങ്കിൽ എനിക്ക് ക്ലാസ് എടുക്കാനുള്ള താല്പര്യം കുറയും. മാത്രമല്ല അങ്ങനെ ക്ലാസ് എടുത്ത് പോയിട്ട് കാര്യമില്ല. നിങ്ങൾ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ കഴിഞ്ഞ ചാപ്റ്ററിൻ്റെ ബാക്കിയായിട്ടുള്ള പാഠഭാഗം ഞാൻ എടുക്കുന്നതുകൊണ്ട് യാതൊരു അർത്ഥമില്ല. ഇപ്പം നിങ്ങളുടെ വർക്കിൻ്റെ അടിസ്ഥാനത്തിലുള്ള ക്ലാസ്സുകൾ പതുക്കെ പോകുന്നു, സ്പീഡിൽ പോകുന്നു. ഇപ്പോൾ പതുക്കെയാവാൻ കാരണം ഇത് തന്നെയാണ്. എനിക്ക് റെസ്പോൺസ് കിട്ടുന്നില്ല, ഫീഡ്ബാക്ക് കിട്ടുന്നില്ല. ഓർത്തോളുക, നിങ്ങൾ തന്നെയാണ് ഈ ക്ലാസ് നമുക്ക് ഇപ്പോൾ ആഴ്ച ഒരു ക്ലാസ് ചെയ്തേ ഉള്ളൂ, അതുപോലെ നിങ്ങൾ കണ്ട് ആക്ടിവിറ്റികൾ ചെയ്യുന്നില്ല. ഇപ്പം ഞാൻ ആക്ടിവിറ്റികൾ തരാറില്ല, കാരണം ഇമ്പ്രൂവ്മെൻ്റ് എക്സാം ആയതുകൊണ്ടാണ്. പക്ഷേ കഴിഞ്ഞ ചാപ്റ്ററിലെ ക്വസ്റ്റൻ ആൻസർ നിങ്ങൾ കുറച്ച് ആൾക്കാർ എഴുതിയേ തന്നിട്ടുള്ളൂ. അതോടുകൂടി എനിക്ക് മനസ്സിനൊരു മടുപ്പായിപ്പോയി. അപ്പം നിങ്ങളുടെ റെസ്പോൺസിനനുസരിച്ച് എനിക്ക് ക്ലാസ് എടുക്കാൻ സാധിക്കുള്ളൂ. അല്ലാതെ ഇങ്ങനെ വൺ സൈഡ് ആയിട്ട് ഇവിടെ നിന്ന് കുറേ റെക്കോർഡ് ചെയ്തിട്ട് അയച്ചിട്ട് യാതൊരു കാര്യമില്ല. നിങ്ങളുടെ ഉത്തരവാദിത്തം, നിങ്ങളുടെ ഉത്സാഹം. പരീക്ഷ എന്തായാലും മാർച്ച് നടക്കാൻ 90% സാധ്യത ഇപ്പോൾ കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വിക്ടേഴ്സ് ചാനലിലെ ക്ലാസ്സിനെ അടിസ്ഥാനമാക്കിയായിട്ടായിരിക്കും അത് നടത്തുക. അപ്പം നന്നായിട്ട് പഠിക്കുക, സംശയങ്ങളുടെ ചോദിക്കുക. ഇതൊന്നും ചെയ്യാണ്ട് നിങ്ങൾ ഉഴപ്പി ഇന്ന് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വരും എന്ന് മാത്രം മനസ്സിലാക്കുക. ഓക്കെ.